നമസ്കാരം, CentreC ഇലക്ട്രിക്കലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സെക്ഷൻ്റെ റഷ് അവറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വളരെ അടുത്ത് നിൽക്കുന്ന എക്സാമാണ്, അതുകൊണ്ട് തന്നെ റഷ് അവർ എന്ന പേരിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ റഷ് അവറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ടോപ്പിക്കുകളും ക്വസ്റ്റ്യനിലൂടെയാണ്. ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം 12 മുതൽ 14 സെക്ഷൻസ് വരെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും കവർ ചെയ്ത് ഈ സമയത്തിനകം എത്തിയില്ല എങ്കിലും അതിനകത്തുള്ള ചില ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ലക്ഷ്യം. അപ്പോൾ അത്തരത്തിൽ പല ക്വസ്റ്റ്യൻസിലൂടെ ആയിരിക്കും അടുത്ത കുറച്ച് മണിക്കൂറുകളിലേക്ക് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് തുടരാം, സമയം കളയാതെ റഷ് അവറിലേക്ക്. റഷ് അവറിൽ ആദ്യം നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യം, മെഷ് അനാലിസിസ് ഇസ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ. നമ്മൾ പഠിക്കുന്നതിൽ മെഷ് അനാലിസിസ് അല്ലെങ്കിൽ സർക്യൂട്ട് അനാലിസിസിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് എന്ന് പറയുന്ന സെക്ഷനിൽ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് മെഷ് അനാലിസിസും അതുപോലെ തന്നെ നോഡ് അനാലിസിസും. ഏറ്റവും ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 12ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കിർച്ചോഫിൻ്റെ ലോ അനുസരിച്ച്, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ആൻഡ് കിർച്ചോഫ്സ് കറണ്ട് ലോയെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന മെഷ് റൂൾ ആയാലും നോഡ് അനാലിസിസ് ആയാലും വരുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, മെഷ് അനാലിസിസ് ഇസ് ബെസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഫൈൻഡിങ് ദ മെഷ് കറണ്ട്, ഫൈൻഡിങ് ദ നോഡ് വോൾട്ടേജ്, കോംപ്ലക്സ് എലമെൻറ്റ്സ്, യൂണിലാറ്ററൽ എലമെൻറ്റ്സ്. അപ്പോൾ ആദ്യം ആ മെഷ് അനാലിസിസ് എന്ന് പറയുന്നതിൽ KCLും KVLും ഒന്ന് പറയാം. KCL എന്ന് പറയുന്നത് കിർച്ചോഫ് കറണ്ട് ലോ എന്ന് പറയുന്നത് നോഡിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ടിനെ ബേസ് ചെയ്താണ് പറയുന്നത്. നോഡിലേക്ക് കറണ്ട് എൻ്റർ ചെയ്യാം, ലീവ് ചെയ്യാം. അത്തരത്തിൽ ഒരുപാട് നോഡുകൾ അവിടേക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ I1, I2, I3, I4 എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ലോ അനുസരിച്ച് ദി സം ഓഫ് കറണ്ട് എൻറ്ററിങ് is equal to the sum of current leaving. It's a very simple equation. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നോഡിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്ന് പറയുന്ന രീതിയിൽ 3 കറണ്ടാണ് വന്നിരിക്കുന്നത്, I1, I3, I4. സോ I1 പ്ലസ് I3 പ്ലസ് I4 ഇസ് ഈക്വൽ ടു ലീവ് ചെയ്യുന്നത് ഒരൊറ്റ കറണ്ട് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇസ് I2. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളതാണ് കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കിർച്ചോഫിൻ്റെ വോൾട്ടേജ് ലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സർക്യൂട്ടിനെ ബേസ് ചെയ്താണ് പറയുന്നത്. ഒരു വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ കിർച്ചോഫിൻ്റെ വോൾട്ടേജ് ലോ ഇസ് അതർവൈസ് കോൾഡ് ദിസ് മെഷ് റൂൾ. അപ്പോൾ ആ മെഷ് റൂളിൽ പെടുന്ന മെഷ് അനാലിസിസിനെ കുറിച്ചാണ് ചോദ്യം. അപ്പോൾ മെഷ് റൂൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, സം ഓഫ് EMF സോഴ്സ് is equal to the sum of product of current and resistance in that mesh. ഒരു മെഷിനെ സംബന്ധിച്ച് ആ മെഷിലുള്ള ടോട്ടൽ EMF സോഴ്സിൻ്റെ സം ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ മെഷ്. അപ്പോൾ ഇതാണ് മെഷ് അനാലിസിസ് പറയുക. ഇക്വേഷൻ നിങ്ങൾ എഴുതി വരുമ്പോഴും EMF ഇസ് ഈക്വൽ ടു കറണ്ട് എന്ന് പറയുന്നത് കാര്യം റെസിസ്റ്റൻസ് 1, കറണ്ട് I2, റെസിസ്റ്റൻസ് 2, ഇങ്ങനെ പല രീതിയിലായിരിക്കും പോവുക. അപ്പോൾ സർക്യൂട്ടൊക്കെ വരച്ച് കണ്ടവർ കാണുന്നുണ്ടെങ്കിൽ അറിയാം, മിക്കവാറും അതിനൊരു സോഴ്സോ, ഒരു സിമ്പിൾ സർക്യൂട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. റെസിസ്റ്റൻസ്, വീണ്ടും എന്താ ഇവിടെ ഒരു റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, ഒന്ന് ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഷ് എത്ര എണ്ണം ഉണ്ടെന്ന് അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 2 മെഷ് ഞാനിവിടെ അസൈൻ ചെയ്തു. രണ്ടാമത്തെ ജോലിയാണ് മെഷിന് എന്ത് ചെയ്യുക, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കറണ്ട് അസ്യൂം ചെയ്യുക. ആദ്യത്തെ മെഷ് ആയതുകൊണ്ട് I1 എന്നും രണ്ടാമത്തെ മെഷ് ആയതുകൊണ്ട് I2 എന്നും പറയുന്നു. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാവും, R1, R2, R3, അവർക്ക് ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും. വോൾട്ടേജ് സോഴ്സ് ആയ ആൾക്ക് ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇതിന് വാല്യൂ ഉണ്ട്, റെസിസ്റ്റൻസിന് വാല്യൂ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടി വരുന്നത് നമ്മൾ അസ്യൂം ചെയ്ത കറണ്ടാണ്. അപ്പോൾ മെഷ് അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ മെഷ് കറണ്ട്. മെഷ് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മെഷ് അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ വേറൊരു ചോദ്യം വരാറുണ്ട്, മെഷ് അനാലിസിസ് എന്തിൻ്റെ കോമ്പിനേഷനാണ്, അല്ലെങ്കിൽ നോഡ് അനാലിസിസ് എന്തിൻ്റെ കോമ്പിനേഷനാണ്. മെഷ് അനാലിസിസ് എന്തിൻ്റെ കോമ്പിനേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് KVL പ്ലസ് ഒരാളും കൂടെ ഉണ്ട്, ദറ്റ് ഇസ് ഓംസ് ലോ. ഓംസ് ലോ ഇല്ലാണ്ട് നമുക്ക് കറണ്ടിൻ്റെ ഒരു ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ KVLും ഓംസ് ലോയും കൂടെ ചേർന്നതാണ് എന്ത്, മെഷ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നോഡ് അനാലിസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, KCLും ഓംസ് ലോയും ചേർന്നതായിരിക്കും. ക്ലിയർ. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടി, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് മെഷ് ഇക്വേഷൻസ്. നമ്പർ ഓഫ് മെഷ് ഇക്വേഷൻസ് L ഇസ് ഗിവൺ ബൈ ബ്രാഞ്ചസ് B എന്ന് പറയുന്ന നമ്പർ തന്നിട്ടുണ്ട്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രിൻസിപ്പൽ നോഡുകളുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ ഞാനൊരു പിക്ചർ വരയ്ക്കാം. ഒരു സർക്യൂട്ട്, ഒരു സിമ്പിൾ സർക്യൂട്ട്, ഇത് പറയാൻ വേണ്ടി മാത്രം.
എന്താ ഒരു നോഡ്, ആ നോഡിൽ നിന്ന് ഒരു 3 റെസിസ്റ്റൻസ് ഞാൻ വരയ്ക്കുന്നു. ഇവിടെ ഒരു EMF സോഴ്സ് ആയിക്കോട്ടെ, അവിടെ ഒരു കൺട്രോൾഡ് സോഴ്സ് എന്തെങ്കിലും ആയിക്കോട്ടെ, വീണ്ടും ഒരു റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം നമ്പർ ഓഫ് ബ്രാഞ്ചസും അതുപോലെ തന്നെ നമ്പർ ഓഫ് പ്രിൻസിപ്പൽ നോഡുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ബ്രാഞ്ചിൻ്റെയും നോഡിൻ്റെയും ഒരു കോമ്പിനേഷനിൽ വേണം എത്ര മെഷ് ഇക്വേഷൻസ് നമുക്ക് എഴുതാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മെഷ് എന്താണ്, പ്രിൻസിപ്പൽ നോഡ് എന്താണ്, ബ്രാഞ്ച് എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം അറിയാം. അപ്പോൾ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് പെർട്ടിക്കുലർ നോഡ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ജംഗ്ഷനാണ്. കാര്യം എന്താണ്, ആ ജംഗ്ഷനിൽ നിന്നാണ് 3 കറണ്ട് പോകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരു ജംഗ്ഷനാണ്, അവിടെ നിന്നാണ് കറണ്ട് സ്പ്ലിറ്റ് ആവുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരു ജംഗ്ഷനാണ്, ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് കറണ്ട് സ്പ്ലിറ്റ് ആവുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരു ജംഗ്ഷനാണ്, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നോഡ് എന്ന് പറയുന്നത് 1, 2, 3, 4 നോഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ബ്രാഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോഡുകൾക്കിടയിലുള്ളതായിരിക്കും ബ്രാഞ്ച്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിൽ കറണ്ട് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ 2 നോഡുകൾക്കിടയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെയും ഇടയിൽ ഇത് ഒരു ബ്രാഞ്ചാണ്. ഈ നോഡിൻ്റെയും ഈ നോഡിൻ്റെ ഇടയിൽ ഇത് ഒരു ബ്രാഞ്ചാണ്. ഈ നോഡിൻ്റെ ഇടയിൽ ഇത് ഒരു ബ്രാഞ്ചാണ്. വേറെ ഈ നോഡും ദിസ് ഇസ് എ ബ്രാഞ്ച്. ഇത്ര നമ്മുടെ കണ്ണിൽ പെടുള്ളൂ എന്ന് വിചാരിക്കരുത്. ഈ നോഡും ഇതിൻ്റെ ഇടയിൽ വരുന്നതും എന്താണ്? ഒരു ബ്രാഞ്ച്. ഈ നോഡും ഇതിൻ്റെ ഇടയിൽ വരുന്നതും ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ ഇതാണ് ബ്രാഞ്ചും നോഡും. ഇനി നമുക്ക് ആ ഇക്വേഷനിലേക്ക് കടക്കാം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസിൽ നിന്ന് ദ ഇക്വേഷൻ ഇസ് നത്തിങ് ബട്ട് b മൈനസ് n മൈനസ് 1. അതായത് ബ്രാഞ്ച് നമ്പർ ഓഫ് ബ്രാഞ്ചസ് മൈനസ് ബ്രാക്കറ്റിൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രിൻസിപ്പൽ നോഡ് മൈനസ് 1. പ്രിൻസിപ്പൽ നോഡിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിന് ടോട്ടൽ നമ്പർ ഓഫ് ബ്രാഞ്ചസിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മെഷ് ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാനായിട്ട് നമ്മൾ നേരത്തെ വരച്ച പടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബ്രാഞ്ച് എന്ന് പറയുന്നത് എത്ര കിട്ടി? ബ്രാഞ്ച് B ഇസ് ഈക്വൽ ടു 6 ബ്രാഞ്ച്. എത്ര നോഡ് ഉണ്ടായിരുന്നു? നോഡ് n ഇസ് ഈക്വൽ ടു 4 നോഡ്, 1, 2, 3, 4. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര മെഷ് ഇക്വേഷൻസ് വെച്ചാൽ മെഷ് ഇക്വേഷൻസിന് എഴുതുന്ന L വെച്ചിട്ടാണ്. L ഇസ് ഈക്വൽ ടു B മൈനസ് n മൈനസ് 1. സോ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇസ് 6 മൈനസ് 4 മൈനസ് 1. 4 മൈനസ് 1 ഇസ് 3. സോ 6 മൈനസ് 3 which is equal to 3. അപ്പോൾ 3 ഇക്വേഷൻസ് വേണം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ 3 മെഷ് ഉണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ എന്തായാലും കറണ്ട് I1, കറണ്ട് I2, കറണ്ട് I3, 3 വേരിയബിൾസ് ആയില്ലേ? 3 കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ 3 വേരിയബിൾസ് I1, I2, I3 കിട്ടി. ആ 3 സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇക്വേഷൻ വേണം? മിനിമം 3 ഇക്വേഷൻസ് വേണം. 3 വേരിയബിൾ ആണെങ്കിൽ 3 ഇക്വേഷൻസ്, 2 വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ 2 ഇക്വേഷൻസ്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഉത്തരം കിട്ടും. പക്ഷേ അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമുലയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മൂവിങ് ഫോർവേഡ്, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് സപ്ലൈ വോൾട്ടേജ് V വെൻ I കറണ്ടാണ്, വെൻ I 5 ആംപിയർ ഇൻ ദ ഗിവൺ സർക്യൂട്ട്. ഈ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ കറണ്ട് 5 ആംപിയർ ആവുകയാണ് എങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സപ്ലൈ വോൾട്ടേജ്? ഇത് മെഷ് അനാലിസിസ് വഴി സോൾവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ലോജിക്കൽ ബേസിസിൽ വളരെ പെട്ടെന്ന് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലും കൂടെ ആലോചിക്കുക. എപ്പോഴും മെഷ് അനാലിസിസ് നോഡ് അനാലിസിസിലേക്കും തന്നെ പോകേണ്ട ആവശ്യം വരില്ല. ഒരല്പം ലോജിക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്കിതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സപ്ലൈ വോൾട്ടേജ് എന്താണെന്നാണ്. ഈ പറയുന്ന സപ്ലൈ വോൾട്ടേജ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ആ സർക്യൂട്ടിനെ ഒന്ന് മനസ്സിലാവുന്ന രീതിയിലൊന്ന് മാറ്റി വരയ്ക്കാം. അത് ഒരു വോൾട്ടേജ് സോഴ്സ് എന്താ ഇങ്ങനെ വരച്ചു തൽക്കാലത്തേക്ക്. ദെൻ ആ 5ഉം ഈ ടോട്ടൽ ഐറ്റംസ് 25, 15 ഇവർ രണ്ടുപേരും സീരീസ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 40 ഓമും ഇവിടെ കിടക്കുന്ന ഈ 40 ഓമും ഈ പറയുന്ന 25 + 15 അതെന്താണ്? അതും ഒരു 40 ഓമാണ്. അപ്പോൾ ആ 40 ഓമും ഈ 40 ഓമും കൂടി പാരലലായിട്ടാണ് കിടക്കുന്നത്. ആ പാരലായിട്ട് കിടക്കുന്ന ഇവർ രണ്ടുപേരും ഈ 5 ഓമിന് എന്താണ്?
സീരീസാണ്. അപ്പം ഞാനൊരു പടം വരച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് ഇങ്ങനെ മാറ്റി വരയ്ക്കാം. ഇതാണ് നമ്മുടെ 25+15. 25+15 അതായത് 40 ഓം. ഇവിടെ താഴെ 40 ഓം ഡയറക്റ്റും ഉണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വരച്ചിരിക്കുന്ന സർക്യൂട്ട്. ഇനിയും ഉണ്ട് ലോജിക്കലി കണ്ടുപിടിക്കാനായിട്ട്. ഈ പറയുന്ന ബ്രാഞ്ചിൽ കാണിച്ചിരിക്കുന്നതാണ് ഐ എന്ന് പറയുന്ന കറണ്ട്. ആ ഐയുടെ വാല്യൂ ആണ് 5 ആംപിയർ എന്ന് കൊടുത്തത്. 15ഉം 25ഉം സീരീസ് കണക്ഷനിലാണ്. അങ്ങനെയെങ്കിൽ 15 ഓമിൽ കൂടി ഐ എന്ന് പറയുന്ന കറണ്ട് അല്ലെങ്കിൽ 5 ആംപിയർ എന്ന് പറയുന്ന കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 25 ഓമിൽ കൂടിയും 5 ആംപിയർ തന്നെയായിരിക്കും. അതായത് ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്ന ബ്രാഞ്ചിലൂടെ 5 ആംപിയർ കറണ്ട് ആയിരിക്കും. അപ്പോൾ ഇതിൽ കൂടി 5 ആംപിയർ കറണ്ടാണ്. നൗ കംസ് ദ ലോജിക്. ഇത് 40 ഓമിൻ്റെ ബ്രാഞ്ചാണ്. ആ 40 ഓമിൻ്റെ ബ്രാഞ്ചിൽ കൂടി 5 ആംപിയർ ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്ന ഡയറക്റ്റ് 40 ഓം അതിൽ കൂടിയും എത്ര തന്നെയായിരിക്കും പോകുന്നത്? 5 ആംപിയർ കറണ്ട് തന്നെയാണ്. അപ്പോൾ ബ്രാഞ്ച് കറണ്ട് കിട്ടി. അങ്ങനെയെങ്കിൽ 2 ബ്രാഞ്ച് കറണ്ടും കൂടെ ചേർന്ന് സർക്യൂട്ടിലേക്ക് ഇറങ്ങുന്ന എത്രയായിരിക്കും? 10 ആംപിയർ ആയിരിക്കും. അതും കിട്ടി. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ്, ഇവിടുത്തെ കറണ്ടുകളും കിട്ടി. ദിസ് ഇസ് 5 ഓം. ഇവിടുത്തെ കറണ്ടുകളും കിട്ടി. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും റെസിസ്റ്റൻസ് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ആളുടെ സപ്ലൈ വോൾട്ടേജാണ്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സീരീസ് കണക്ഷനെ സംബന്ധിച്ചിടത്തോളം സീരീസ് കണക്ഷൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 5 ഓമും ഈ കോമ്പിനേഷനുമാണ് സീരീസ്. സീരീസ് കണക്ഷനെ സംബന്ധിച്ചിടത്തോളം എന്താണോ സപ്ലൈ വോൾട്ടേജ്, ആ സപ്ലൈ വോൾട്ടേജ് ഇവർക്ക് രണ്ടുപേർക്കുമുള്ള വോൾട്ടേജിനെ ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇയാൾക്കൊരു 30 വോൾട്ടും ഇയാൾക്കൊരു 10 വോൾട്ടും, 30ഉം 10ഉം കൂടെ ആഡ് ചെയ്ത് ഇവിടെ 40 വോൾട്ട് എഴുതാം. ഇയാൾക്കൊരു 5 വോൾട്ട് ഇയാൾക്കൊരു 10 വോൾട്ട്, അങ്ങനെയാണെങ്കിൽ 5ഉം 10ഉം കൂടെ ആഡ് ചെയ്ത് 15 വോൾട്ട് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ജോലി ഈസി ആയില്ലേ? ഇവിടെ പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ 40 ഓമും ആ 40 ഓമിനും അക്രോസ് സെയിം വോൾട്ടേജ് വരുള്ളൂ. അതെങ്ങനെ കണ്ടുപിടിക്കും? 40 × 10 വിച്ച് ഇസ് 400. വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു IR ആണ്. ഈ റെസിസ്റ്റൻസിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, സോറി അവിടെ ഒരു മിസ്റ്റേക്ക്, കാൽക്കുലേഷനിൽ പറ്റിയ മിസ്റ്റേക്കാണ്. ഇതിൽ വരുന്നതാകെ 5 ആംപിയർ കറണ്ടാണ്. അപ്പോൾ 40 × 5. സോ വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു 40 × 5 which is equal to 200 ആംപിയർ. അപ്പോൾ 200 വോൾട്ട്, 200 വോൾട്ട്. അപ്പോൾ ഇതിന് 200 വോൾട്ട് ആണ്. ഓട്ടോമാറ്റിക്കലി ഇതിന് 200 വോൾട്ട് ആണ്. വിച്ച് മീൻസ് ഈ കോമ്പിനേഷൻ കംപ്ലീറ്റ് 200 വോൾട്ട് ആണ്. ഇനി ഈ 5 ഓമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? ഇത് ബ്രാഞ്ച് ആയതുകൊണ്ട് 5ഉം 5ഉം അതിൽ കൂടെ ചേർന്ന് 10 ആംപിയർ ആയിട്ട് ഇവിടെ ഇറങ്ങുന്ന ഈ കറണ്ട് ആയിരിക്കില്ലേ ഈ 5 ഓമിൽ കയറുന്നത്. അപ്പോൾ ആ 5 ഓമിൽ വരുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? V is equal to 5 into അയാളെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 10 ആംപിയർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 50. അപ്പോൾ 200ഉം 50യും ഇതിനെക്രോസ് 200, ഇതിനെക്രോസ് 50. അപ്പോൾ എന്താ ചെയ്യുക? 200ഉം 50യും കൂടി ആഡ് ചെയ്യും. സപ്ലൈ വോൾട്ടേജ് എത്രയായിരിക്കും? 250 വോൾട്ടേജ് ആയിരിക്കും. ഓപ്ഷനിൽ 250 വോൾട്ടേജ് ആയിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ ഇതിന് മെഷ് അനാലിസിസിലൊന്നും പോകണ്ട. ഇത്രയും തന്നെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലോജിക്കലി അത് പെട്ടെന്ന് തന്നെ മനസ്സിൽ കത്തി എടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. മൂവിങ് ഫർദർ, in a 3-phase 4-pole 50 Hz synchronous motor, the frequency, the number of poles and load torque are all halved, then the motor speed will be. So ഇതൊരു ബേസിക് ഇക്വേഷൻ ആണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ബേസിക് ഇക്വേഷൻ ആണ്. എന്താണ് ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത്? സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് is equal to 120 f/p. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യത്തിന് ഈ ഒരു ഒറ്റ ഇക്വേഷനെ ബേസ് ചെയ്ത് മാത്രമേ ചോദ്യം എന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് ഇതൊരു 3-phase മെഷീൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു 4 പോൾ. അപ്പോൾ പോളിൻ്റെ എണ്ണം കിട്ടി. P is equal to 4 ആണ്. എഫ് എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. അങ്ങനെയെങ്കിൽ ഈ തന്നിരിക്കുന്ന കണ്ടീഷനിലുള്ള സ്പീഡ് ആദ്യം കണ്ടുപിടിക്കാം. N is equal to 120 f/p which is equal to 120 into 50 divided by, so ഒന്ന് ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ this is 1 and this is 30, 1500.
1500 RPM എന്ന് കിട്ടി. എന്ത് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന നോർമൽ കണ്ടീഷൻ ഇട്ടപ്പോൾ. ക്വസ്റ്റനിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഫ്രീക്വൻസി, നമ്പർ ഓഫ് പോൾസ്, ലോഡ് ടോർക്ക്, ഇതെല്ലാം എന്ത് ചെയ്തു, ഹാഫ് ആക്കിയിട്ടുണ്ട്. ഫ്രീക്വൻസിയും പോളും ടോർക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ വരുന്നില്ല. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസിയെ ഹാഫ് ആക്കാം. ഫ്രീക്വൻസിയെ ഹാഫ് ആക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ പുതിയ ഫ്രീക്വൻസി എന്താണ്, F1 എന്ന് കൊടുക്കാൻ മനസ്സിലാവാനായിട്ട് 50യെ പാതിയാക്കുമ്പോൾ ഇറ്റ് 25. ദെൻ വേറെ എന്തെങ്കിലും നമ്പർ ഓഫ് പോൾസും ഹാഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് പോൾസ് പി ഈസ് ഈക്വൽ ടു 2. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് P1 എന്ന് കൊടുക്കാം, പുതിയ സ്പീഡ് N1 എന്ന് കൊടുക്കാം, 120 F/P, which is equal to 120 into 25 divided by 2. ഇത് പോവുകയാണെന്നുണ്ടെങ്കിൽ this is actually 60. Again it comes to around 30, 3, 12, 15,500 RPM. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഇത് വാല്യൂ കൊടുത്ത് തന്നെ കണ്ടുപിടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ജനറൽ ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് F/2 P/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ക്യാൻസലായി പോകും. അപ്പോൾ ഒന്നുകിൽ അങ്ങനെ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ എക്സാക്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടുത്തെ ഉത്തരമാണ് 1500 RPM. ഇതിൽ അവരെന്തായാലും ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെന്ന് ചോദിച്ചാൽ, എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത ആൾ മിക്കവാറും ഒന്ന് കൺഫ്യൂസ് ചെയ്യാനായിരിക്കും ഉദ്ദേശിച്ചത്. കാരണം അത് ഇടുമ്പോൾ തന്നെ 1500 കിട്ടുന്നത്. അപ്പോൾ നോർമലി വീണ്ടും എല്ലാം ചെയ്ത് കഴിയുമ്പോഴും 1500 കിട്ടുമ്പോൾ ഒരാൾ ഡൗട്ട് അടിക്കും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനായിരിക്കണം ഒരു ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചത്. അടുത്ത സെക്ഷനിലേക്ക് പോകാം. എ 6-pole ഇൻഡക്ഷൻ മെഷീൻ വർക്ക്സ് ആസ് ആൻ ഇൻഡക്ഷൻ ജനറേറ്റർ. അപ്പോൾ ഒരു ഇൻഡക്ഷൻ മെഷീൻ ഉണ്ട്, അതിന് മോട്ടറും ജനറേറ്ററുമായിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ അത് ഇൻഡക്ഷൻ ജനറേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജനറേറ്റർ ഫ്രീക്വൻസി 60 Hz ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് റോട്ടർ കറണ്ട് ഇസ് 5 Hz. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ റോട്ടർ. അപ്പോൾ എഗെയിൻ സ്പീഡ് ഓഫ് ദ റോട്ടർ ആൻഡ് സ്റ്റേറ്റർ. അപ്പോൾ ഇൻഡക്ഷൻ മെഷീനായി ഇൻഡക്ഷൻ ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇൻഡക്ഷൻ മെഷീനെ സംബന്ധിച്ച് റോട്ടറിലും വൈൻഡിങ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്ററിലും വൈൻഡിങ് ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഡൈനാമിക് ട്രാൻസ്ഫോമർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം ഇൻഡക്ഷൻ മെഷീനിൽ നടക്കുന്ന എന്താണ്, ഫ്ലക്സ് ലിങ്കേജ് തന്നെയാണ്. അപ്പോൾ ഒരു മൂവബിൾ ആയിട്ടുള്ള ട്രാൻസ്ഫോമർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ വിളിക്കാവുന്നതാണ്, ഫ്ലക്സ് ലിങ്കേജ് നടക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 6-pole ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ തന്നിട്ടുണ്ട്. ദ ജനറേറ്റർ ഫ്രീക്വൻസി, അതായത് സ്റ്റേറ്റർ ഫ്രീക്വൻസിയാണ്. സ്റ്റേറ്റർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 60 Hz എന്ന് പറഞ്ഞു. റോട്ടോർ കറണ്ട് IR is equal to റോട്ടർ ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത് 60 Hz ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ റോട്ടർ ഇറ്റ് is equal to 5 Hz. നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് സ്പീഡ് എത്രയാണെന്നാണ്. സ്പീഡ് ഓഫ് ദ റോട്ടർ NR എത്ര വരുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ രണ്ട് ഫ്രീക്വൻസീസും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. റോട്ടർ ഫ്രീക്വൻസിയും സ്റ്റേറ്റർ ഫ്രീക്വൻസിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആൻഡ് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് FR is equal to S into S means slip into FS. ഇക്വേഷൻ ഓർത്തിരിക്കാൻ ഈസിയാണ്. സ്ലിപ്പ് എന്ന് എഴുതുമ്പോൾ FS എന്ന് എഴുതും, അതിൻ്റെ കൂടെ S വരുള്ളൂ, ഇത്രയും ആലോചിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലിപ്പ് S is equal to FR divided by FS. FR divided by FS is 5 divided by 60, which accounts to about 0.0833. അപ്പോൾ സ്ലിപ്പ് ഏകദേശം 0.833 കിട്ടി. അങ്ങനെയെങ്കിൽ NR കണ്ടുപിടിക്കാനായിട്ട് സ്ലിപ്പിനെ ബേസ് ചെയ്ത് വേറെ ഇക്വേഷൻ എഴുതാമല്ലോ. സ്പീഡിൻ്റെ ബേസിസിൽ എന്ത് വരും, NR മൈനസ് NS ഡിവൈഡഡ് ബൈ NS. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ആ വാല്യൂ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്ററിൻ്റെ സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ലിപ്പിൻ്റെ വാല്യൂ 0.833 ഉണ്ട്. NR ആണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. NS എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ഉണ്ട്. കാരണം ഈ പറയുന്ന സ്റ്റേറ്ററിനെ സംബന്ധിക്കുന്ന ഫ്രീക്വൻസിയാണ് 60 Hz എന്ന് പറയുന്നത്. അതൊരു 6-pole മെഷീനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ NS എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. NS is equal to നമ്മൾ പഠിച്ച ഇക്വേഷൻ 120 F/P. അപ്പോൾ 120 F/P ചെയ്യുമ്പോൾ 120 ഇൻറ്റു ഫ്രീക്വൻസി 60 ഡിവൈഡഡ് ബൈ P 6 10 ക്യാൻസൽ ചെയ്തു, ബാക്കി 1200. ഇതെന്തിൻ്റെ വാല്യൂ ആണ്, NSൻ്റെ വാല്യൂ ആണ്. അപ്പോൾ NSൻ്റെ വാല്യൂ കിട്ടി, സ്ലിപ്പിൻ്റെ വാല്യൂ ഉണ്ട് 0.0833. ഇങ്ങനെ പോവും.
അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ലിപ്പ് 0.0833 ഇൻറ്റു 1200 is equal to NR മൈനസ് 1000. അപ്പം അപ്പുറത്ത് പോകുമ്പോഴേക്കും ഇത് പ്ലസ് ആവും. സോ 0.0833 കുറേ 3 ഉണ്ടാവും, 1200 പ്ലസ് 1200 ഇസ് ഈക്വൽ ടു NR. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു 100 അടുപ്പിച്ചുള്ള വാല്യൂ ആയിരിക്കും വരുന്നത് ചെയ്ത് വരുന്ന സമയം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് NR ഇസ് ഈക്വൽ ടു 1300 എന്ന് കിട്ടും. അപ്പോൾ കാൽക്കുലേറ്ററിൽ ഇടുമ്പോഴായിരിക്കും കറക്റ്റ് ഈ 1300 എന്നുള്ള വാല്യൂ കിട്ടുന്നത്. കാരണം കാൽക്കുലേറ്ററിലാകുമ്പോൾ 0.83333 കുറേ 3 വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളല്ലാണ്ട് റൂമിലിരുന്ന് അതായത് പരീക്ഷയ്ക്ക് ഇരുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നിയറസ്റ്റ് വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ ആ നിയറസ്റ്റ് വാല്യൂ 1300 പിന്നെ വരുള്ളൂ. അപ്പോൾ 1300 ആണ് അതിൻ്റെ ആൻസറായിട്ട് ചൂസ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നോ ലോഡ് കറണ്ട് ഡ്രോൺ ബൈ എ 3-phase ഇൻഡക്ഷൻ മോട്ടർ ഈസ് അബൌട്ട് ഡാഷ് ഓഫ് ദ ഫുൾ ലോഡ് സ്റ്റേറ്റർ കറണ്ട്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആണ്, നോ ലോഡ് കറണ്ട് ഡ്രോൺ ബൈ എ 3-phase ഇൻഡക്ഷൻ മോട്ടർ. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിൻ്റെ കറസ്പോണ്ടിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇൻഡക്ഷൻ്റെ കാര്യം ചോദിച്ചു, ഇൻഡക്ഷൻ മെഷീൻ്റെ കാര്യം ചോദിച്ചതുകൊണ്ട് ട്രാൻസ്ഫോമറിൻ്റെ കാര്യവും കൂടി പറയാം. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കാര്യം പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു ഡീറ്റെയിലും കൂടെ ഇതിൻ്റെ കൂടെ ഇടാം. നോ ലോഡ് കറണ്ടും അതുപോലെ തന്നെ മാഗ്നറ്റൈസിങ് കറണ്ടും ചോദിക്കാറുണ്ട്. സോ ദ നോ ലോഡ് കറണ്ട് ആൻഡ് മാഗ്നറ്റൈസിങ് കറണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മാഗ്നറ്റൈസിങ് കറണ്ട് നോക്കാം. മാഗ്നറ്റൈസിങ് കറണ്ട് ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടർ. ഒരു 3-phase ഇൻഡക്ഷൻ മോട്ടറിൻ്റെ മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് കംസ് ടു അറൗണ്ട് ഇൻഡക്ഷൻ മോട്ടർ ഇറ്റ് കംസ് ടു അറൗണ്ട് 25 to 35% ഓഫ് ഫുൾ ലോഡ് കറണ്ട്. ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് പറയുന്നത് 25 to 35% ഓഫ് നോ ലോഡ് കറണ്ട് ആണ്. അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അബൌട്ട് 4 to 5% ഓഫ് ഫുൾ ലോഡ് കറണ്ട്. അപ്പോൾ ഫുൾ ലോഡ് കറണ്ടിൻ്റെ 25 to 35% ആണ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ മാഗ്നറ്റൈസിങ് കറണ്ടും, ഫുൾ ലോഡ് കറണ്ടിൻ്റെ 4 to 5% ആണ് ട്രാൻസ്ഫോമറിൻ്റെ മാഗ്നറ്റൈസിങ് കറണ്ടും. ഇനി ചോദ്യത്തിലേക്ക് വരാം. നോ ലോഡ് കറണ്ട്. നോ ലോഡ് കറണ്ട് ഒരു ഇൻഡക്ഷൻ മോട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് കംസ് ടു അറൗണ്ട് 30 to 40%. Whereas for a transformer it comes to around 5 to 8%. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂമറിക്കൽ കാര്യങ്ങളായിരിക്കും മിക്കവാറും റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്ന ചോദ്യം എന്ന് പറയാവുന്നത്. ഇത് ചിലപ്പോൾ പലപ്പോഴും പഠിച്ച സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇൻഡക്ഷൻ മെഷീൻ്റെയും അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടറിൻ്റെയും അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെയും മാഗ്നറ്റൈസിങ് കറണ്ടും നോ ലോഡ് കറണ്ടും ഇൻ ടേംസ് ഓഫ് ഫുൾ ലോഡ് കറണ്ട്. ഓക്കെ, so moving further, if R2 be the standstill rotor resistance of an induction motor running at a slip S, the mechanical load equivalent to an electrical resistance RL in a stationary equivalent circuit is equal to. മേ ബി ഇതും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കാം. എങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. ഞാൻ ഇൻഡക്ഷൻ മെഷീൻ പറഞ്ഞ സമയം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇൻഡക്ഷൻ മെഷീൻ എന്ന് പറയുന്ന ഒരു ഡൈനാമിക് ട്രാൻസ്ഫോമർ ആണ് എന്ന് നമുക്ക് വിളിക്കാം. കാരണം ഫ്ലക്സ് ലിങ്കേജ് ഉള്ളത് തന്നെയാണ്, പക്ഷേ മൂവ്മെൻ്റ് ഉണ്ട് എന്നും കൂടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇറ്റ് ഇസ് എ ലോഡ് ഇക്വലൻറ്റ്, മെക്കാനിക്കൽ ലോഡ് ഇക്വലൻറ്റ്. ഇക്വലൻറ്റ് സർക്യൂട്ടിനെ ബേസ് ചെയ്താണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ട്രാൻസ്ഫോമറിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുന്നതിന് തുല്യമായിരിക്കും ഏകദേശം. ഓക്കെ, അപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്ന സർക്യൂട്ട് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. സർക്യൂട്ട് ലുക്സ് ലൈക്ക് ദിസ്. So the equivalent circuit of an induction motor is like this. ഇത് തന്നെയല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ച് നമ്മൾ വരയ്ക്കുന്ന ഇക്വലൻറ്റ് സർക്യൂട്ട്? എക്സാക്ട്ലി. അതിൻ്റെ പ്രൈമറി സൈഡിൽ R1 JX1, അത് റോട്ടർ സ്റ്റേറ്റർ എന്നുള്ള രീതിയിലാണ്, R2 JX2. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാവും. R2 is a standstill rotor resistance. R2 എന്ന് പറയുന്നത് റോട്ടറിന് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ R1 എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റേറ്ററിനായിരിക്കും അസൈൻ ചെയ്യുക. സോ ദിസ് ഇസ് സ്റ്റേറ്റർ റെസിസ്റ്റൻസ്, സ്റ്റേറ്റർ ഇൻഡക്റ്റൻസ്. റോട്ടോ റെസിസ്റ്റൻസ്,
റോട്ടോർ ഇൻഡക്റ്റൻസ്. ഇത് മാഗ്നറ്റൈസേഷൻ സർക്യൂട്ടിൽ വരുന്നതാണ് ആർ സിയും എക്സും. അപ്പോൾ ഇക്വലൻറ്റ് സർക്യൂട്ടിൽ ഇവിടെ വരുന്ന റെസിസ്റ്റൻസ് എന്തായിരിക്കും? R2 × 1 - S. S is the slip divided by S. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം അത് തന്നെയല്ലേ. If R2 is the standstill rotor resistance of an induction motor running at a slip S, the mechanical load equivalent to an electrical resistance RL. RL is the load resistance. ലോഡ് റെസിസ്റ്റൻസിൻ്റെ സ്റ്റേഷനറി ഈക്വലൻ്റ്. അപ്പോൾ ലോഡായിട്ട് വരുന്നത് എന്താണ് ഇവിടെ? ഇതല്ലേ ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എൻറ്റയർ സർക്യൂട്ട് ഇസ് കണക്റ്റഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ ലോഡ്. അപ്പോൾ ആ ലോഡ് റെസിസ്റ്റൻസിന് ഈക്വലൻ്റ് ആയിട്ട് എന്താ വരിക? R2 × 1 - S/S. സോ ഇവിടുത്തെ ഇക്വേഷൻ എന്താ? R2 × 1 - S/S. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോണം. ഇതുപോലെ തോന്നിക്കുന്ന ഇതിലാണ് വരുന്നത്, പക്ഷേ അത് S² ആണ് ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത്. സോ ഇൻ സ്റ്റെപ്പർ മോട്ടർ the angular displacement, കുറേ ഓപ്ഷൻസ് ഉണ്ട്, can be precisely controlled. It cannot be readily interfaced with microcomputer based controller. The angular displacement cannot be precisely controlled. Can be precisely controlled, cannot be precisely controlled. അപ്പോൾ തന്നെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് എന്തിനാണ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഉത്തരം പറയേണ്ടതെന്നുള്ളത്. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ പൊസിഷനിങ് ഓഫ് വർക്ക് ടേബിൾസ് ആൻഡ് ടൂൾസ് ഓഫ് NC മെഷീൻസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പർ മോട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു 360 ഡിഗ്രി ആയിട്ടുള്ള കാര്യത്തിനെ, അല്ലെങ്കിൽ 360 ഡിഗ്രി റൊട്ടേഷൻ വരുന്ന ഒരു മോട്ടറിനെ പ്രിസൈസ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ അതിൻ്റെ ഓരോ മൂവ്മെൻറ്റും, ഓരോ ആംഗിൾ വെച്ചിട്ട് ഇത്ര ആംഗിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കൺട്രോൾ ചെയ്യുന്നത് മിക്കവാറും ഒരു മൈക്രോ കൺട്രോളർ ബേസ്ഡ് അല്ലെങ്കിൽ CNC ബേസ്ഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് വെച്ചിട്ടായിരിക്കും. ഇനി നിങ്ങൾ നോക്കിയേ, ക്യാൻ ബി പ്രിസൈസ്ലി കൺട്രോൾഡ്, ദാറ്റ് ഇസ് റൈറ്റ്. ഇറ്റ് കനോട്ട് ബി റെഡിലി ഇൻ്റർഫേസ്ഡ് വിത്ത് മൈക്രോ കമ്പ്യൂട്ടർ. അത് വളരെ പെട്ടെന്ന് ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് തെറ്റാണ്. കനോട്ട് ബി എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അത് എടുക്കാൻ പറ്റില്ല. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കനോട്ട് ബി പ്രിസൈസ്ലി കൺട്രോൾഡ്. അവിടെ നമുക്ക് ക്യാൻ ബി പ്രിസൈസ്ലി കൺട്രോൾഡ് എന്ന് പറഞ്ഞു, ഇവിടെ കനോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ ഇതും ക്രോസ് ചെയ്യണം. ദെൻ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ പൊസിഷനിങ് ഓഫ് വർക്ക് ടേബിൾസ് ആൻഡ് ടൂൾസ് ഓഫ് NC മെഷീൻസ്. അപ്പോൾ CNC മെഷീൻസിൻ്റെ വർക്ക് ടേബിൾസും കാര്യങ്ങളും ടൂൾസും എല്ലാം നല്ല രീതിയിൽ പ്രിസൈസ് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെപ്പർ മോട്ടറാണ്. അപ്പോൾ ഇവിടെയും ആ കനോട്ട് വന്നിരിക്കുന്നുണ്ട്, അതും പോകും. അപ്പോൾ ഇത് പോയി പിന്നെ ശരിയായിട്ടുള്ള ഉത്തരം ഏത് മാത്രമേ ഉള്ളൂ? പ്രിസൈസ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നത് മാത്രമേ ഉള്ളൂ. Now, in a 3-phase induction motor, starting torque will be maximum when? അപ്പോൾ ഒരു 3-phase ഇൻഡക്ഷൻ മോട്ടറിനെ സംബന്ധിച്ച് ഇൻഡക്ഷൻ മോട്ടറിൽ വരുന്ന ഒരു ടേമാണ് സ്ലിപ്പ്. S is equal to R2/X2. സ്ലിപ്പ് R2/X2 റേഷ്യോയിൽ വരുമ്പോഴാണ് മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്ലിപ്പ് റേഷ്യോ ഓഫ് R2/X2 ആകുമ്പോഴേക്കുമാണ് നമ്മൾ എന്ത് പറയുക? മാക്സിമം ടോർക്ക് കിട്ടുന്നു എന്ന് പറയുന്നത്. ഇവിടെ ഇനി 3-phase ഇൻഡക്ഷൻ മോട്ടോർ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഇസ് ദ കീവേഡ്. സ്റ്റാർട്ടിംഗ് സമയത്ത് സ്ലിപ്പ് വിൽ ബി ഈക്വൽ ടു 1. ദെയർഫോർ ആ ഇക്വേഷനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 1 is equal to R2/X2. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? R2 is equal to X2. So the equation is R2 is equal to X2. Then, which statement these are true about the function of an interpole? ഒരു ഇൻ്റർപോളിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ശരി? ഇൻ്റർപോൾ എന്തിനു പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ആയിരിക്കും വന്നിരിക്കുന്നത്. ഈ പോർഷൻസ് എല്ലാം വരുന്നത് എന്താണ്? ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന്. ടു ന്യൂട്രലൈസ് ദ ആർമേച്ചർ റിയാക്ഷൻ ഫ്ലക്സ്, പ്രൊവൈഡ് മെക്കാനിക്കൽ ബാലൻസ് ഫോർ ദ റോട്ടർ. ഒരു റോട്ടറിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ സാധനം വെക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. ന്യൂട്രലൈസ് ദ കമ്മ്യൂട്ടിംഗ് ഇഫക്റ്റ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ, അതായത് സെൽഫ് ഇൻഡക്ഷൻ. ആർമേച്ചറിലുണ്ടാകുന്ന സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയാം. കമ്മ്യൂട്ടേറ്റിംഗ് EMF ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അത് ഒരു റോട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെൽഫ് ഇൻഡക്ഷൻ ആണെന്ന് വിളിക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ ന്യൂട്രലൈസ് ദ ആർമേച്ചർ റിയാക്ഷൻ ഫ്ലക്സിനെ ന്യൂട്രലൈസ് ചെയ്യാനാണ് ഇൻ്റർപോൾസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ സെൽഫ് ഇൻഡക്ഷൻ വഴി ഉണ്ടാകുന്നതിനെയും ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ആരും ഉപയോഗിക്കും? ഈ പറയുന്ന ഇൻ്റർപോളിനെ യൂസ് ചെയ്യും. എന്തായാലും രണ്ടാമത്തെ പോയിന്റ് എന്തല്ല, ഇതിന് വാലിഡ് ആയിട്ട് വരുന്നതല്ല. സോ പ്രൊവൈഡ് മെക്കാനിക്കൽ ബാലൻസ് ഫോർ ദ റോട്ടർ. അപ്പോൾ 2 എന്ന് പറയുന്ന ഓപ്ഷൻ വരരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വരുന്ന ഓപ്ഷൻ ഇയാളെ ഒഴിവാക്കാം.
ഇയാളെ ഒഴിവാക്കാം. പിന്നെയുള്ളത് ഓപ്ഷൻ only 1 only 1 and 3 ആണ്. അപ്പോൾ അതിലൊരു ഡൗട്ട് വരാം, ആർമേച്ചർ റിയാക്ഷൻ മാത്രമാണോ അതോ കമ്മ്യൂട്ടിംഗ് ഇഫക്റ്റ് ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആണോ? അത് വ്യക്തമായ തിയറി പഠിച്ച ഒരാൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. രണ്ടിനെയും അത് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 1 and 3. ഇതാണ് അതിൻ്റെ ഓപ്ഷനായിട്ട് വരിക. Then choose the correct option അല്ലെങ്കിൽ ഓപ്ഷൻസ്. ക്രോസ് മാഗ്നറ്റൈസിങ് ഇഫക്റ്റ് ഓഫ് ആർമേച്ചർ റിയാക്ഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ക്രോസ് മാഗ്നറ്റൈസേഷൻ. അപ്പോൾ രണ്ട് ഇഫക്റ്റാണ് ആർമേച്ചർ റിയാക്ഷനിൽ വരുന്നത്, ഡീമാഗ്നറ്റൈസിങ് ഇഫക്റ്റും ക്രോസ് മാഗ്നറ്റൈസിങ് ഇഫക്റ്റും. അപ്പോൾ ആ രണ്ട് ടോപ്പിക്ക് വളരെ വ്യക്തമായി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രോസ് മാഗ്നറ്റൈസിങ് ഡീമാഗ്നറ്റൈസിങ്ങിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ഉള്ള ക്വസ്റ്റ്യൻസിലും കാണാറുള്ളതാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഓപ്ഷൻ 1, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇട്ടത് ഇപ്പോൾ PSC ചോദിക്കുന്നതെല്ലാം ഇത്തരത്തിലാണ്, ഒരു UPSC റേഞ്ചിലുള്ള ചോദ്യങ്ങളാണ്. കുറേ ഓപ്ഷൻസ് തന്നിട്ട് ഓപ്ഷൻ 1 and 2, ഓപ്ഷൻ 3 and 3, ഓപ്ഷൻ 3 and 2, ഓൾ ഓപ്ഷൻസ്, നൺ ഓഫ് ദീസ് എന്നീ ചോദ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യം ഉൾപ്പെടുത്തിയത്. ഒന്നാമത്തെ ഓപ്ഷൻ, ബൈ മേക്കിംഗ് മെയിൻ ഫീൽഡ് ആംപെയർ ടേൺസ് ലാർജർ കമ്പയർഡ് ടു ആർമേച്ചർ ആംപെയർ ടേൺസ്. മെയിൻ ഫീൽഡ് ആംപെയർ ടേൺസ് എന്ന് പറയുന്നത് ആർമേച്ചർ ആംപെയർ ടേൺസിനെ കാട്ടിയും കൂട്ടുന്നു. ബൈ ക്യാംഫറിങ് ദ പോൾ ഷൂസ് ബൈ മേക്കിംഗ് സ്മൂത്ത് പോൾ ഷൂസ്. അപ്പോൾ ക്രോസ് മാഗ്നറ്റൈസിങ് ഇഫക്റ്റ് ഓഫ് ആർമേച്ചർ എങ്ങനെ റെഡ്യൂസ് ചെയ്യുമെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ ക്രോസ് മാഗ്നറ്റൈസിങ് ഇഫക്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒന്ന്, മെയിൻ ഫീൽഡ് ആംപെയർ ടേൺസിനെ ആർമേച്ചർ ആംപെയർ ടേൺസിനെ കാട്ടിയും കൂട്ടുക. രണ്ടാമത്, പോൾ ഷൂയെ ക്യാംഫർ ചെയ്യുക. മേക്കിംഗ് സ്മൂത്ത് പോൾ ഷൂ എന്ന് പറയുന്നത് എന്താണ്, എയർ ഗ്യാപ്പ് ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെ ആവശ്യമുള്ളതല്ല. ആദ്യത്തതും രണ്ടാമത്തതും മാത്രമേ ഉള്ളൂ. സോ ദ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ 1 and 2. പോയിന്റർ ഇവിടെ വന്നു എന്നുള്ളതേ ഉള്ളൂ, അത് ശരി ഉത്തരം പോയിന്റ് ചെയ്യുന്നു എന്നല്ല. ഓപ്ഷൻ 1 and 2 ഇസ് ദ റൈറ്റ് ആൻസർ. നൗ, വാട്ട് ഇസ് ദ ടോട്ടൽ ആംപിയർ ടേൺസ് പെർ പോൾ ഇഫ് 720 ലാപ്പ് വൗണ്ട് കണ്ടക്ടർ ക്യാരി 120 ആംപിയർ കറണ്ട് given P is equal to 4. പോൾ എന്ന് പറയുന്നത് 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ലാപ്പ് വൗണ്ട് ആണ്. അത് ഇസ് എ ലാപ്പ് വൗണ്ട് വൈൻഡിങ്. നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് is equal to 720 എന്ന് പറഞ്ഞു. കണ്ടക്ടർ കറണ്ട് അല്ലേ, കണ്ടക്ടറിലെ കറണ്ട് ഇസ് ഈക്വൽ ടു 120 ആംപെയർ ആണെന്ന് പറഞ്ഞു. പോള് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 4 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ദർ ഇസ് എ ഡയറക്റ്റ് ഇക്വേഷൻ ഈ പറയുന്ന ആംപെയർ ടേൺസ് പെർ പോള് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ആംപെയർ ടേൺസ് പെർ പോള് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ആംപെയർ ടേൺസ് പെർ പോൾ ഇസ് ഈക്വൽ ടു half into number of conductors into conductor current divided by number of poles. So half into number of conductors into conductor current divided by number of poles. ചില ടെക്സ്റ്റ് നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ number of conductors into conductor current divided by twice the pole എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് തന്നെയാണിത്. അപ്പോൾ ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻറ്റു കണ്ടക്ടർ കറണ്ട് ഇൻറ്റു പോൾസ് എന്ന് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും, ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് 720 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 4. നിങ്ങളെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും ഏകദേശം ഉത്തരം 10800 ഇതായിരിക്കും ആൻസർ വരിക. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ആ വൈൻഡിങ് നേച്ചർ എന്ന് പറയുന്നത് രണ്ട് നേച്ചറുണ്ട്. ലാപ്പ് വൈൻഡിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ വേവ് വൈൻഡിങ്ങും ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ ആംപിയർ ടേൺസ് പെർ പോൾ ഫോർ 720 ലാപ്പ് വൗണ്ടഡ് കണ്ടക്ടേഴ്സ് വിത്ത് ക്യാരിയിങ് ആർമേച്ചർ കറണ്ട് ഈക്വൽ ടു 625 ആംപിയർ ഇൻ എ 6 പോൾ മെഷീൻ. അപ്പോൾ ചോദ്യം കണ്ടിട്ട് ഉടനെ നേരത്തെ ചെയ്ത രീതിയിലെടുത്ത് ചെയ്യരുത്. കാര്യം 720 കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ദേ ആർ ക്യാരിയിങ് ആൻ ആർമേച്ചർ കറണ്ട് ഈക്വൽ ടു 625. ആർമേച്ചർ കറണ്ടാണ് 625 എന്ന് പറഞ്ഞത്. നമുക്ക് ആവശ്യം എന്താണ്, കണ്ടക്ടർ ക്യാരി ചെയ്യുന്ന കറണ്ടാണ്. അപ്പോൾ അവിടെ ആ ഒരു പോയിന്റിൽ മാത്രം ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്.
അപ്പോൾ അങ്ങനെ ആർമേച്ചർ കറണ്ട് തന്നിട്ട് ഓരോ കണ്ടക്ടറിലും എത്ര കറണ്ട് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ദെയർ കംസ് ദ നമ്പർ ഓഫ് പാരലൽ പാത്ത്. അപ്പോൾ നമ്പർ ഓഫ് പാരലൽ പാത്ത് അവിടെ കണ്ടുപിടിക്കണം. ഇവിടെ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുമ്പോഴാണ് വൈൻഡിങ്ങിന് ഇമ്പോർട്ടൻസ് വരുന്നത്, ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും. ലാപ്പ് വൈൻഡിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു പി തന്നെ ആയിരിക്കും. നമ്പർ ഓഫ് പോൾസ് എന്താണോ അത് തന്നെ ആയിരിക്കും എന്ത്? അതിൻ്റെ നമ്പർ ഓഫ് പാരലൽ പാത്ത്. അതേസമയം ഒരു വേവ് വൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 2. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ലാപ്പ് ബൗണ്ട് ആണ് എന്ന് ക്വസ്റ്റിനിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട പാരലൽ പാത്ത് എന്ന് പറയുന്നത് പോൾസ് തന്നെയാണ്. എന്തിനാണ് ഈ പാരലൽ പാത്തിലേക്ക് പോകുന്നത്? നമുക്ക് ആവശ്യം കണ്ടക്ടർ കറണ്ടാണ്, പക്ഷെ തന്നിരിക്കുന്നത് ആർമേച്ചർ കറണ്ട്. അപ്പോൾ ആർമേച്ചർ കറണ്ടിൽ നിന്ന് കണ്ടക്ടർ കറണ്ടിലേക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ചെയ്യും? കണ്ടക്ടർ കറണ്ട് ഐ സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് ഈക്വൽ ടു ആർമേച്ചർ കറണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്നാണ് ഇക്വേഷൻ. നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഐ എ ഡിവൈഡഡ് ബൈ 6 എന്നായിരിക്കും വരിക, കാരണം നമ്പർ ഓഫ് പോൾസ് തന്നെയാണ് പാരലൽ പാത്ത്. അപ്പോൾ നമ്പർ ഓഫ് പോൾസ് എന്ന് പഠിച്ചു വയ്ക്കിയത് നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്നാണ് വരിക. സോ 625 divided by 6, it comes to around 104.1 something. അത്രയും ആംപെയർ വന്നു. അപ്പോൾ ഈ കിട്ടിയ ഉത്തരവാണ് എന്ത്? ഒരു കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. നൗ യു ക്യാൻ ഗോ. എങ്ങനെ? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആംപെയർ ടേൺസ് പെർ പോൾ ഇസ് ഈക്വൽ ടു 1/2 into number of conductors into conductor current divided by number of poles. അപ്പോൾ ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 6252 ആംപിയർ ടേൺസ് പെർ പോൾ. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളുക. 6252 ആംപിയർ ടേൺസ് പെർ പോൾ ആയിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. So the internal characteristics of a DC generator is plotted between. അപ്പോൾ ഒരു ഒരു ഡി സി ജനറേറ്ററിൻ്റെ ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്, അതുപോലെ ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക് പറയുന്ന സമയം നമുക്ക് വേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എക്സ്റ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ പഠിച്ചിരിക്കുന്ന ആൾക്കാർ ഒരല്പം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക് ജനറേറ്ററിനകത്തുള്ള എന്തോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. എക്സ്റ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ജനറേറ്ററിന് പുറത്ത് വരുന്ന എന്തോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അകത്തെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ജനറേറ്ററിനകത്ത് വരുന്ന എന്ത് കാര്യങ്ങളുണ്ട്? ഫീൽഡ് കറണ്ട്, വോൾട്ടേജ് ജനറേറ്റഡ് അറ്റ് നോ ലോഡ്. വോൾട്ടേജ് ജനറേറ്റഡ് എന്ന് പറയുന്നത് പുറത്ത് വരുന്നതാണ്. ആർമേച്ചർ കറണ്ട് ആൻഡ് വോൾട്ടേജ് ജനറേറ്റഡ് ഓൺ നോ ലോഡ്. എഗെയിൻ വോൾട്ടേജ് ജനറേറ്റഡ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി പുറത്ത് വരുന്നതാണ്. armature current and voltage generated after armature reaction. After armature current മോട്ടറിനകത്തുള്ളതാണ്. വോൾട്ടേജ് ജനറേറ്റഡ് ആഫ്റ്റർ armature reaction കഴിഞ്ഞ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റേർണലി ഉണ്ടാവുന്നത് തന്നെയാണ്. ഫീൽഡ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ജനറേറ്റഡ് ഓൺ നോ ലോഡ്. അപ്പോൾ ഇതെല്ലാം വോൾട്ടേജ് ജനറേറ്റഡ് ഓൺ നോ ലോഡ് എന്ന് പറയുന്നത് പുറത്ത് കിട്ടുന്നതാണ്, ടെർമിനലിൽ വരുന്നതാണ്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന വോൾട്ടേജ് ജനറേറ്റഡ് ആഫ്റ്റർ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റേർണലി വരുന്നതാണ്. അപ്പോൾ ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആർമേച്ചർ കറണ്ടും അകത്ത് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ അകത്ത് ജനറേറ്റ് ചെയ്യുന്ന EMF ഇജിയും ഐയും തമ്മിൽ പ്ലോട്ട് ചെയ്യുന്നതാണ് എന്ത്? ഈ പറയുന്ന ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ എക്സ്റ്റേർണൽ എന്ത് വരും? പുറത്തുള്ള കാര്യങ്ങളാണ് അല്ലേ? പുറത്തുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതും ഒരു കറണ്ടും വോൾട്ടേജും തന്നെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഏതൊക്കെയായിരിക്കും? പുറത്ത് വരുന്ന വോൾട്ടേജ്, ഈ പറയുന്ന വോൾട്ടേജ് ജനറേറ്റഡ് നോ ലോഡ് എന്ന് എഴുതിയിരിക്കുന്ന സാധനം, വോൾട്ടേജ് വിയും അതുപോലെ ലോഡ് കറണ്ട്. അപ്പോൾ വിയും ഐഎല്ലും തമ്മിൽ പ്ലോട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് എന്ത്? എക്സ്റ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ടും വോൾട്ടേജ് ജനറേറ്റഡ് ആഫ്റ്റർ ആർമേച്ചർ റിയാക്ഷൻ അല്ലെങ്കിൽ ആർമേച്ചറിൽ ജനറേറ്റ് ചെയ്യുന്ന EMF ഇജിയും, എക്സ്റ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഔട്ട്സൈഡിൽ വരുന്ന വോൾട്ടേജ്, ടെർമിനൽ വോൾട്ടേജും അതുപോലെ തന്നെ ലോഡ് കറണ്ട്. സോ we are moving further. A 200 volt DC machine has 4 poles, 40 coils having simplex lap winding. The number of commutator segments which required in the given machine will be. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരുപാട് നമ്പേഴ്സ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട് എങ്കിലും ചോദ്യം വളരെ സിമ്പിളാണ്. 200 വോൾട്ട് DC മെഷീനാണ്,
4 പോളുണ്ട്, 40 കോയിലുണ്ട്. സിംപ്ലെക്സ് ലാബ് വൈൻഡിങ് ആണ്. സിംപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മടക്കേ ഉണ്ടാവുള്ളൂ എന്നാണ്. സിംപ്ലെക്സ് ഉണ്ട്, ഡ്യൂപ്ലെക്സ് ഉണ്ട്, n=1, n=2 എന്ന് പറഞ്ഞ് പോകും. അപ്പോൾ ഒറ്റ മടക്കിൽ വരുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്. അപ്പോൾ ഇതിനെല്ലാം കണക്ട് ചെയ്യാൻ കമ്മ്യൂട്ടേറ്റർ എന്താ വരിക, കോയിലിൻ്റെ ടെർമിനലിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റുകൾ വേണം എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നോക്കി തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഒരു കോയിലിന് ഒരു കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് വേണം. സിംപ്ലെക്സ് ലാബ് വൈൻഡിങ്ങുമാണ്, വിച്ച് മീൻസ് ഒറ്റ മടക്ക് മാത്രമേ ഉള്ളൂ എന്തായാലും. അപ്പോൾ 40 കോയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 40 കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റും അവിടെ വേണം. അതേസമയം സിംപ്ലെക്സിൽ നിന്ന് മാറി ഡ്യൂപ്ലെക്സ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ 80 മടക്കുകൾ വരും ടോട്ടൽ. അപ്പോൾ 80 എണ്ണത്തിനെ കണക്ട് ചെയ്യാനായിട്ട് 80 എണ്ണം അല്ലെങ്കിൽ 80 കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് വേണ്ടി വരുന്നത്. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ 40 കോയിലേ ഉള്ളൂ. സിംപ്ലെക്സ് ലാബ് വൈൻഡിങ് ആണ്. 2 കാര്യങ്ങളും എടുക്കണേ, 40 കോയിലും ലാബ് വൈൻഡിങ്ങിൻ്റെ നേച്ചറും കൂടെ നോക്കണം. ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സിംപ്ലെക്സ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിംപ്ലെക്സ് ലാബ് വൈൻഡിങ് 40 കോയിലും ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് കോയിൽസ് ഇത്രയാണോ അത്രയും തന്നെ സെഗ്മെൻറ്റ്സും വേണ്ടി വരും. Then, after one round of the armature, if the coil falls in a slot left to its starting slot. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നോർമലായിട്ട് നമ്മൾ വൈൻഡ് ചെയ്യുന്നത്. പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ പഠിച്ച കാര്യത്തിനെ ബേസ് ചെയ്താണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ടാണ് തുടങ്ങിയത് അപ്പോൾ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ചോദിക്കരുത്. കാര്യം ഡിഫോൾട്ടായിട്ട് എപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡ്, എൻ്റെ റൈറ്റാണ് ഞാൻ ഈ കാണിച്ചത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പുറത്തെ സൈഡിലാണ് വരിക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് റൈറ്റിലേക്കാണ് എപ്പോഴും നമ്മൾ വൈൻഡ് ചെയ്ത് പോകുക. സർക്കുലർ ഫോമിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആഫ്റ്റർ 1 റൗണ്ട് ഓഫ് ദ ആർമേച്ചർ ഇഫ് ദ കോയിൽ ഫോൾസ് ഇൻ എ സ്ലോട്ട് ലെഫ്റ്റ്, അതായത് ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് തുടങ്ങി വന്നിട്ട് ലെഫ്റ്റ് ഇപ്പുറത്താണ് വന്നതെന്നുണ്ടെങ്കിൽ ദ വൈൻഡിങ് ഈസ് കോൾഡ് സിംപ്ലെക്സ് വേവ് വൈൻഡിങ്, ഡ്യൂപ്ലെക്സ് വേവ് വൈൻഡിങ്. ഇതൊക്കെ എന്താണ്, മടക്കുകളുടെ എണ്ണം വെച്ചിട്ടാണ്. പ്രോഗ്രസീവ് വേവ് വൈൻഡിങ് ആൻഡ് റെട്രോഗ്രസീവ് വേവ് വൈൻഡിങ്. പ്രോഗ്രസീവ് പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് പോകുന്നു എന്നാണ്. റെട്രോഗ്രസീവ് എന്ന് പറയുന്നത് ബാക്കിലേക്ക് പോകുന്നു എന്നാണ്. നമ്മളിപ്പോൾ വൈൻഡിങ് തുടങ്ങിയിട്ട് ഫ്രണ്ടിലാണോ, വൈൻഡിങ്ങിൻ്റെ തുടങ്ങി ഫ്രണ്ടിലാണോ നിൽക്കുന്നത്, വൈൻഡിങ് തുടങ്ങിയതിൻ്റെ ബാക്കിലാണോ നിൽക്കുന്നത്? വൈൻഡിങ് തുടങ്ങി ബാക്കിലാണ് നിൽക്കുന്നത്. അങ്ങനെ ബാക്കിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഉത്തരം എന്താണ്, റെട്രോഗ്രസീവ് വേവ് വൈൻഡിങ്. സോ സിംപ്ലെക്സും ഡ്യൂപ്ലെക്സും നമുക്കവിടെ നോക്കേണ്ട ആവശ്യമില്ല, ഏത് സ്ലോട്ടിൽ വന്ന് നിൽക്കുന്നു എന്നാണ്. അപ്പോൾ പ്രോഗ്രസീവ് ആണോ റെട്രോഗ്രസീവ് ആണോ എന്നാണ് ശരിക്കുള്ള ചോദ്യം. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയതിൻ്റെ ഫ്രണ്ടിലായിരിക്കും നിൽക്കുക, റെട്രോഗ്രസീവ് എന്ന് പറയുന്നത് തുടങ്ങിയതിൻ്റെ ബാക്കിലായിരിക്കും നിൽക്കുക. സോ ഇവിടുത്തെ ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരം റെട്രോഗ്രസീവ് വേവ് വൈൻഡിങ്. ദെൻ ആർമേച്ചർ ടോർക്ക് ഓഫ് എ ഡി സി മോട്ടർ. ഒരു ഡി സി മോട്ടറിൻ്റെ ആർമേച്ചർ ടോർക്ക് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഈ ആർമേച്ചർ ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ആർമേച്ചർ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു EBIA ഡിവൈഡഡ് ബൈ ഒമേഗ. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇത് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ആവേശത്തിൽ നോക്കുമ്പോഴത്തേക്കും EBIA ഡിവൈഡഡ് ബൈ N ഇത് ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ചെറിയ വ്യത്യാസമുണ്ട്. ഒമേഗയാണ് വരുന്നത്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസിയാണ്, N എന്ന് പറയുന്നത് സ്പീഡുമാണ്. അപ്പം നമുക്ക് അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഒമേഗ ഇസ് ഈക്വൽ ടു 2πN/60. 2πN/60. അപ്പോൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരിക, EBIA ഡിവൈഡഡ് ബൈ ഒമേഗയ്ക്ക് പകരം 2πN ഡിവൈഡഡ് ബൈ 60. അതെന്ത് ചെയ്യും, മുകളിൽ 60 ആയിട്ട് കയറും. വിച്ച് മീൻസ് ഒരു 60/2π എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരുന്നുണ്ട്. ആ 60/2π എന്ന് പറയുന്ന ഫാക്ടർ എടുത്തിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, EBIA ഡിവൈഡഡ് ബൈ N ഉണ്ട് ആൻഡ് അതിൻ്റെ ഫ്രണ്ടിലൊരു ഫാക്ടറും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വരും. ഇതല്ല എന്ന് ഒറ്റയടിക്ക് തന്നെ പറയാൻ പറ്റും. ഇത് രണ്ടുപേരും അല്ല എന്ന് ഒറ്റയടിക്ക് തന്നെ പറയാൻ പറ്റും. കാരണം ആർമേച്ചർ ടോർക്കാണ് ചോദ്യം. ടോർക്ക് ചോദിക്കുമ്പോഴെങ്കിലും ന്യൂട്ടൺ അതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരില്ല, ന്യൂട്ടൺ മീറ്റർ മാത്രമേ യൂണിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതിൽ തന്നെ EBIA ഡിവൈഡഡ് ബൈ Nൻ്റെ മുമ്പിൽ ഒരു ഫാക്ടർ ഉണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അയാളും പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നെ ആരേ പറ്റുള്ളൂ, 9.55 പറ്റുള്ളൂ. ഇത് നിങ്ങൾ സോൾവ് ചെയ്താലും 9.55 എന്നുള്ള ഉത്തരമായിരിക്കും കിട്ടുന്നത്. സോ ദ ആൻസർ ഇസ് 9.55 EBIA ഡിവൈഡഡ് ബൈ N ന്യൂട്ടൺ മീറ്റർ. നമുക്ക് നോക്കാം അടുത്ത ചോദ്യം എന്താണെന്നുള്ളത്.
In a DC motor drive, if the armature current is reversed, armature current reverse ചെയ്യുന്നുണ്ട് by keeping the field current positive, producing a braking torque. So the important point is armature current reverse ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്കിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ armature currentനെ റിവേഴ്സ് ചെയ്യുന്നു, പക്ഷേ അവിടെ ചെയ്യുന്നത് ഇറ്റ് ഇസ് കീപ്പിംഗ് ദ ഫീൽഡ് കറണ്ട് പോസിറ്റീവ്. then the drive is said to be operating in. അപ്പോൾ അർമേച്ചർ കറണ്ട് റിവേഴ്സ് ചെയ്യുകയും അതേ സമയത്ത് ഫീൽഡിനെ പോസിറ്റീവായിട്ട് വയ്ക്കുകയും ചെയ്യുന്ന മെത്തേഡ്, ആൻഡ് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് പ്ലഗിങ് മോഡ്. അപ്പോൾ എനിവേ അർമേച്ചർ കറണ്ട് റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് ബ്രേക്കിംഗ് എന്ന് വിളിക്കുക. ആ സമയത്ത് ഫീൽഡ് കറണ്ടും കൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്ലഗിങ് മോഡ് എന്ന് വിളിക്കും. Then what is the difference between 54 and 74 series in a TTL circuit? അപ്പോൾ ടി ടി എൽ എന്ന് പറയുന്നത് നമ്മുടെ ലോജിക് ഫാമിലിയിൽ വരുന്നതാണ്. ടി ടി എല്ലും ഇ സി എല്ലും എമിറ്റർ കപ്പിൾഡ് ലോജിക്കും അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ ലോജിക്കുമാണ്. അതിൽ ടി ടി എൽ ലോജിക്കിലെ 54 സീരീസും 74 സീരീസും 2 സീരീസേ അതിനുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രത്യേകതയാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 54 ഇസ് ഫാസ്റ്റർ, 74 ഇസ് ഫാസ്റ്റർ, രണ്ടുപേരും ഫാസ്റ്റർ എന്നുള്ള രീതിയിൽ. 54 ഹാസ് എ വൈഡർ പവർ സപ്ലൈ ആൻഡ് ലാർജർ ടെമ്പറേച്ചർ റേഞ്ച്, ആൻഡ് 54 ഹാസ് എ നാരോവർ പവർ സപ്ലൈ ആൻഡ് കോൺട്രാക്റ്റഡ് ടെമ്പറേച്ചർ റേഞ്ച്. നമുക്ക് ഒരു പരിധി വരെ ഓപ്ഷൻസ് നോക്കുന്ന സമയം എന്താണ്, ഇപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഏകദേശ ധാരണ കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സിയും ഡിയും കോൺട്രഡിക്ടറി ഇൻ നേച്ചറാണ്. രണ്ടും 54 കുറിച്ചാണ് പറയുന്നത്, 54 സീരീസിനെ കുറിച്ചാണ് പറയുന്നത്. പവർ സപ്ലൈ ഒന്ന് ലാർജർ ആണെന്ന് പറയുന്നു, ഒന്ന് നാരോ ആണെന്ന് പറയുന്നു. ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് ലാർജർ ആണെന്ന് പറഞ്ഞു, കോൺട്രാക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിലേതോ ആണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം 54 ഹാസ് എ വൈഡർ പവർ സപ്ലൈ, ഏകദേശം 5 മുതൽ 35 വോൾട്ട് വരെയും ലാർജർ ടെമ്പറേച്ചർ റേഞ്ചുമാണ് ഈ പറയുന്ന ടി ടി എല്ലിൻ്റെ 54 സീരീസിനുള്ളത്. ദ ഓപ്ഷൻ ഇസ് 54 has a wider power supply and larger temperature range. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്തിട്ട് 54ൻ്റെയും 74ൻ്റെയും പെക്യൂലിയാരിറ്റീസ് ഒന്ന് നോക്കുക. Now, which of the following regarding universal gates are true? അപ്പോൾ ഗേറ്റ്സിലേക്ക് വന്നു, ഒരുപാട് ഗേറ്റുകൾ നമ്മൾ പഠിച്ചു. ഗേറ്റുകൾ എന്ന് പറയുന്നത് ഏതൊക്കെ വരും? OR ഗേറ്റ്, AND ഗേറ്റ്, നോട്ട് ഗേറ്റ്. ഇവരെല്ലാം എന്താണ്? ഫണ്ടമെൻ്റൽ ഗേറ്റ്സ് അല്ലെങ്കിൽ ബേസിക് ഗേറ്റ്സ് ആണ്. അതുപോലെ തന്നെ നാൻഡ്, നോർ, ഇവരെല്ലാവരും യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ എക്സോർ, എക്സ്നോർ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പോകുന്നുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം എക്സോർ വരെ മതിയാവും ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഓർ ഗേറ്റും ആൻഡ് ഗേറ്റും പ്രോപ്പർട്ടീസും കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, അവർ ബേസിക് ഗേറ്റ്സ് ആണ് എന്നുള്ളത് മാത്രമാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആവശ്യം വരിക. നാൻഡ് ഗേറ്റും നോർ ഗേറ്റുമാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. അപ്പോൾ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് റിഗാർഡിങ് യൂണിവേഴ്സൽ ഗേറ്റ്സ്? യൂണിവേഴ്സൽ ഗേറ്റ്സിനെ സംബന്ധിക്കുന്ന താഴെ പറയുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ട്രൂ? All the basic logic gates can be derived from universal gates. ആ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇത് തന്നെയാണ്. ആ പറയുന്ന യൂണിവേഴ്സൽ ഗേറ്റുകളെ വച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഗേറ്റ്സിനെ റിയലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ബേസിക് ലോജിക് ഗേറ്റ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം? യൂണിവേഴ്സൽ ഗേറ്റ് വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. യൂണിവേഴ്സൽ ഗേറ്റ്സ് ആർ അസോസിയേറ്റീവ് ഇൻ നേച്ചർ. ഇപ്പോൾ അസോസിയേറ്റീവ്, കമ്മ്യൂട്ടേറ്റീവ് എന്നീ പ്രോപ്പർട്ടി എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ A+B = B+A എന്ന് എഴുതുന്നത്. അപ്പോൾ അസോസിയേറ്റീവ് എന്നാണ് അസോസിയേറ്റ് ചെയ്ത, ലിങ്ക് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേ ക്യാൻ റിയലൈസ് ഓൾ ദ ബൈനറി ഓപ്പറേഷൻസ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതൊക്കെയാണ് യൂണിവേഴ്സൽ ഗേറ്റിന് ട്രൂ? ദേ ക്യാൻ റിയലൈസ് ഓൾ ബൈനറി ഓപ്പറേഷൻസ്, ഓൾ ദ ബേസിക് ലോജിക് ഗേറ്റ്സ് ക്യാൻ ബി ഡിറൈവ്ഡ്. യൂണിവേഴ്സൽ ഗേറ്റിന് എല്ലാവിധ ബേസിക് ലോജിക് ഗേറ്റിനെയും ഡിറൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദേ ക്യാൻ റിയലൈസ് ഓൾ ദ ബൈനറി ഓപ്പറേഷൻസ്. എല്ലാവിധ ബൈനറി ഓപ്പറേഷൻസും എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 1ഉം 3ഉം എന്തായാലും ഉറപ്പാണ്. ചോദിച്ചിരിക്കുന്നതിൽ 1, 2, 3 എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ കിടപ്പുണ്ട്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കളയാൻ പറ്റും. യൂണിവേഴ്സൽ ഗേറ്റ്സ് ആർ അസോസിയേറ്റീവ് ഇൻ നേച്ചർ. മനസ്സിലാക്കേണ്ട കാര്യം, യൂണിവേഴ്സൽ ഗേറ്റ്സ് ആർ നോട്ട് അസോസിയേറ്റീവ്. ഇതെന്തല്ല? അസോസിയേറ്റീവ് അല്ല, വേറെ ഇറ്റ് ഇസ് കമ്മ്യൂട്ടേറ്റീവ് ഇൻ നേച്ചർ. കമ്മ്യൂട്ടേറ്റീവ് ഇൻ നേച്ചർ. അപ്പോൾ എല്ലാ യൂണിവേഴ്സൽ ഗേറ്റ്സും എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ഇൻ നേച്ചറാണ്. ദേ ആർ നോട്ട് അസോസിയേറ്റീവ് ഇൻ നേച്ചർ.
അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഇല്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏതൊക്കെ കളയാം? ഒന്നാമത്തത്, അതിൽ 2 ഉണ്ട്, അത് പോയി, ഇത് പോയി, ഇത് പോയി, പിന്നെ ഇത് മാത്രമേ ഉള്ളൂ 1 and 3. അപ്പോൾ ഇത് മാത്രം തെറ്റാണ് എന്നറിയാവുന്ന ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോലും ഉത്തരം കൃത്യമായിട്ട് എഴുതാൻ പറ്റും. Now, which of the following statement is true about XOR gate? ഇപ്പോൾ നമ്മൾ കുറച്ച് ഗേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ XOR ഗേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി എന്നുള്ളതാണ്. അപ്പോൾ XOR ഗേറ്റ് എന്താണ് എന്നറിഞ്ഞുകൂടാത്തവരുടെ ശ്രദ്ധയ്ക്ക്, OR ഗേറ്റ്, ഒരു 2 ഇൻപുട്ട് OR ഗേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ A, B, these are the inputs and let Y be the output. അപ്പോൾ അങ്ങനെയെങ്കിൽ A എന്ന് പറയുന്നത് 0, 0, 0, 1, 1, 0, 1, 1. അപ്പോൾ ഇത്രയും ഇൻപുട്ട് കോമ്പിനേഷൻസ് വരാം. ഔട്ട്പുട്ട് എന്തായിരിക്കും? OR ഗേറ്റ് ആണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ XOR പറയാൻ വേണ്ടിയിട്ട് എനിക്ക് OR ഗേറ്റ് ആണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. OR ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലൽ സർക്യൂട്ടാണ്. പേരിൽ തന്നെ ഉണ്ട് OR. ആരെങ്കിലും ഒരാൾ ഹൈ ആയിക്കഴിഞ്ഞാൽ ഈ പറയുന്നതിൻ്റെ ഔട്ട്പുട്ട് എന്താവും? ഹൈ ആവും. 2 പാരലൽ സ്വിച്ചുകൾ ഇരിക്കുന്നതായിട്ട് വിചാരിച്ചാൽ മതി. ഇവിടെ ഒരു സ്വിച്ച്, ഇവിടെ ഒരു സ്വിച്ച്, ഇത് ഒരു ബൾബ്, and I am connecting with the battery. അപ്പോൾ this is A, this is B, and this is Y. അപ്പോൾ ഇതിൽ ഞാൻ A മാത്രമേ ഓൺ ചെയ്തിട്ടുള്ളൂ, B ഓൺ ചെയ്തിട്ടില്ല, B ഓഫ് ആണ്. അപ്പോൾ B ഓഫ്, A ഓൺ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? A വഴി കറണ്ട് വന്ന് ബൾബ് കത്തും. ഇനി A ഓഫ് ചെയ്യുന്നു, B ഓൺ ചെയ്യുന്നു, അപ്പോഴും എന്ത് പറ്റും? ബിയിൽ കൂടി കറണ്ട് വന്നിട്ട് ബൾബ് കത്തും. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഓൺ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ബൾബ് കത്തും. ഇനി 2 പേരും ഓൺ ആണെങ്കിലോ അപ്പോഴും ബൾബ് കത്തും. പക്ഷേ 2 പേരും ഓഫ് ആണെങ്കിലോ കറണ്ടിന് പോകാൻ വേറെ വഴിയില്ല, ബൾബ് ഓഫ് ആയിരിക്കും. അപ്പോൾ OR ഗേറ്റിൻ്റെ എഴുതി കഴിഞ്ഞാൽ 0, 0, 2 പേരും ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്. ആരെങ്കിലും ഒരാൾ ഹൈ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഹൈ ആവും. വീണ്ടും ഇവിടെ ആരെങ്കിലും ഒരാൾ ഹൈ ആയി ഔട്ട്പുട്ട് ഹൈ ആയി, 2 പേരും ഹൈ ആയി, അപ്പോഴും ഔട്ട്പുട്ട് എന്താവും? ഹൈ ആവും. പക്ഷേ XOR എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇങ്ങനെ XOR എന്ന് പറഞ്ഞു പോവുകയാണെങ്കിലും എക്സ്ക്ലൂസീവ്ലി OR എന്നാണ് XORൻ്റെ അർത്ഥം. എക്സ്ക്ലൂസീവ്ലി ORൻ്റെ ജോലി എന്തായിരുന്നു? ആരെങ്കിലും ഒരാൾ ഹൈ ആയാൽ മാത്രം ഹൈ ആവുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ എക്സ്ക്ലൂസിവിറ്റി. പക്ഷേ ഇവിടെ എന്താ പറ്റിയത്? 2 പേരും ഹൈ ആയി. അതിൻ്റെ ആവശ്യമുണ്ടോ? ആരെങ്കിലും ഒരാൾ ഹൈ ആയാലേ ഹൈ ആവുള്ളൂ. അപ്പോൾ എക്സ്ക്ലൂസീവ് കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ 2 പേരും ഹൈ ആവാൻ ആര് പറഞ്ഞു? ആരെങ്കിലും ഒരാൾ ഹൈ ആയാൽ മതിയായിരുന്നു. അപ്പോൾ 2 പേരും ഹൈ ആയാൽ 0. അപ്പോൾ ഇതാണ് ഒരു XOR ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. ഓക്കെ, 0, 0ക്ക് 0 ആണ്, 0, 1ന് 1 ആണ്, 1, 0ക്ക് 1 ആണ്, 1, 1 വന്നാൽ 0 ആവും. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ഓപ്ഷൻസ്. ദ ഔട്ട്പുട്ട് ഓഫ് ദ XOR ഗേറ്റ് 0. XOR ഗേറ്റ് 0 ആവുന്ന 2 കണ്ടീഷനിലാണ്. എപ്പോഴൊക്കെ? ഇൻപുട്ട് 2ഉം 0 ആകുമ്പോൾ, അല്ലെങ്കിൽ ഇൻപുട്ട് 2ഉം ഹൈ ആകുമ്പോൾ. വെൻ ബോത്ത് ദ ഇൻപുട്ട്സ് ആർ 1, 2 ഇൻപുട്ടും 1 ആകുമ്പോൾ XOR 0 ആണ്. സോ ദിസ് ഇസ് ട്രൂ. ദ ഔട്ട്പുട്ട് ഓഫ് XOR ഗേറ്റ് ഇസ് 1. 1 ആവുന്ന എപ്പോഴാണ്? ആരെങ്കിലും ഒരാൾ 1 ആകുമ്പോൾ. വെൻ ഓൺലി 1 ഓഫ് ദ 2 ഇൻപുട്ട് ഇസ് 1. അതും ശരിയാണ്. ദ ഔട്ട്പുട്ട് ഓഫ് XOR ഗേറ്റ് ഇസ് 1 വെൻ ഓഡ് നമ്പർ ഓഫ് വൺസ് പ്രസൻറ്റ് അറ്റ് ദ ഇൻപുട്ട്സ്. ഓഡ് നമ്പർ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 എണ്ണം ഉണ്ട്, 2 എണ്ണത്തിൽ 1 എണ്ണം, വിച്ച് മീൻസ് ഓഡ് നമ്പർ. അപ്പോൾ ഇതും എന്താണ്? ശരിയാണ്. വിച്ച് മീൻസ് 1, 2 and 3, all the 3 statements are true. Okay. Then മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ the Boolean expression xy plus x dash plus y dash into z is equivalent to. അപ്പോൾ ഇവിടെ ഡാഷ് വന്നതിൻ്റെ കാര്യം ചിലപ്പോൾ അത് ബാർ ഇട്ടായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പം xy plus x bar plus y bar is it. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ലോയുടെ ഹെൽപ്പ് വേണം. ദറ്റ് ഈസ് ഡിമോർഗൻസ് ലോ. അപ്പോൾ ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നതും എല്ലാവർക്കും അറിയായിരിക്കും. IT പഠിച്ചവർക്കും അതുപോലെ തന്നെ എന്തായാലും ഇലക്ട്രിക്കൽ എടുത്തവർക്ക് തീർച്ചയായിട്ടും അറിയാം, ഡിജിറ്റൽ ലോജിക്കിൽ വരുമ്പോഴേക്കും. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. 2, അപ്പോൾ XY ബാർ മനസ്സിലാത്ത രീതിയിൽ XY ബാർ ഇസ് ഈക്വൽ ടു X ബാർ പ്ലസ് Y ബാർ. അതായത് ആൻഡ് ചെയ്തിരിക്കുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? OR ആക്കാൻ പറ്റും. അതുപോലെ X പ്ലസ് Y ദ ഹോൾ ബാർ ഇസ് ഈക്വൽ ടു X ബാർ Y ബാർ. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ കാണിച്ചു തരുന്നതായിരിക്കും നല്ലത്, ലോ എന്താണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ
എന്താണ് ആൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ആൻഡ് ചെയ്തിരിക്കുന്നതിനെ കോംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ കോംപ്ലിമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഓറാക്കി എഴുതാൻ പറ്റും. അതുപോലെ ഓർ ചെയ്തിരിക്കുന്നതിനെ കോംപ്ലിമെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും ആൻഡ് ചെയ്തതിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് എഴുതുകയും ചെയ്യും. സിംപ്ലി അതാണ് കാര്യം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷനിൽ എക്സ് വൈ അതുപോലെ തന്നെ കിടക്കട്ടെ, പ്ലസ് ഈ 2 ബാർ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ലേ, ഇത് നമുക്ക് എന്തായിട്ട് മാറ്റാം, എക്സ് വൈ ബാർ ഇൻറ്റു ഇസഡ്. സോ വി ക്യാൻ റൈറ്റ് എക്സ് വൈ plus x bar y bar into xy plus z. Okay, so it is actually x plus z into y plus z എന്ന ഫോമിലേക്ക് മാറ്റാൻ പറ്റും. കാരണം എക്സ് വൈ പ്ലസ് എക്സ് ബാർ വൈ ബാർ എന്ന് പറയുന്നത് അങ്ങ് പോകും, ബാക്കി എക്സ് പ്ലസ് ഇസഡ് ഇൻറ്റു വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് പോകും, വിച്ച് മീൻസ് ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഡിമോർഗൻസ് ലോയും അതുപോലെ തന്നെ ഇത്തരത്തിൽ എക്സ്പ്രഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളൊരു സെക്ഷനും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. നമുക്കൊരു പ്രോബ്ലം കൂടെ അതുപോലെ ചെയ്യാം. കൺസിഡർ ദ ഫോളോയിങ് ബൂലിയൻ എക്സ്പ്രഷൻ എ ഇൻറ്റു എ പ്ലസ് ബി ബാർ സി. അവിടെ ബാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഡാഷ് അല്ല. എ ഇൻറ്റു എ പ്ലസ് ബി ബാർ സി, എ ഇൻറ്റു എ പ്ലസ് ബി ബാർ സി പ്ലസ് എ ഇൻറ്റു ബി ബാർ പ്ലസ് സി. പ്രത്യേകിച്ച് ഡിമോർഗൻസ് ലോ ഒന്നും അപ്ലൈ ചെയ്യാനുള്ള ഇത് വരുന്നില്ല. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എ ഇൻറ്റു എ ഇസ് എ സ്ക്വയർ പ്ലസ് എ ബി ബാർ സി പ്ലസ് എ ബി ബാർ പ്ലസ് എ സി. ഞാൻ വന്നല്ലേ. അപ്പോൾ അവിടെ എ സ്ക്വയർ കിടക്കുന്നുണ്ട്. എ സ്ക്വയർ ഇസ് നത്തിങ് ബട്ട് എ. അപ്പോൾ അത് ആ കാര്യം എന്താണെന്ന് ഇതുവരെ മനസ്സിലാവാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഡിജിറ്റൽ സർക്യൂട്ട്സിൽ 2 സിഗ്നൽസേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, 1ഉം 0ഉം. അപ്പോൾ 1ൻ്റെ സ്ക്വയർ എടുത്ത് കഴിഞ്ഞാലും 1 വരത്തുള്ളൂ, 0യുടെ സ്ക്വയർ എടുത്ത് കഴിഞ്ഞാലും അതേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആയിട്ടാണ് നമ്മൾ എടുക്കുക, ബാർ എന്ന് പറയുന്നത് 0 ആയിട്ടാണ് എടുക്കുക. 1 സ്ക്വയർ ഇസ് 1, വിച്ച് ഇസ് എ ഇറ്റ് സെൽഫ്, പ്ലസ് എ ബി ബാർ സി പ്ലസ് എ ബി ബാർ പ്ലസ് എ സി. എല്ലാത്തിലും എ ഉണ്ട് അല്ലേ. അപ്പോൾ എ ഞാൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ എ ഇൻറ്റു 1 പ്ലസ് ബി ബാർ സി പ്ലസ് ബി ബാർ പ്ലസ് സി. സോ അവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ബി ബാർ കോമൺ എടുക്കാം, വിച്ച് ബിക്കംസ് 1 പ്ലസ് സി, ദറ്റ് ഇസ് 1 പ്ലസ് 1 പ്ലസ് സി എന്നാവും, വിച്ച് മീൻസ് 1. So total answer will be A itself. So the answer is A. Okay. അപ്പോൾ വീണ്ടും എടുത്ത് പറയുകയാണ്, ബൂലിയൻ എക്സ്പ്രഷൻ വന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് ലോട്ടറിയാണ്. അപ്പോൾ ആ ബൂലിയൻ എക്സ്പ്രഷൻ സോൾവ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് നോക്കി വയ്ക്കുക, എങ്കിൽ മാത്രമേ അത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് പോകാൻ സാധിക്കുള്ളൂ. Now moving further, a 5 variable K map, 5 വേരിയബിൾ ഉള്ള K map, it consists of. അപ്പോൾ കെ മാപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കാർനോ മാപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം നോക്കി വെക്കേണ്ടതാണ്. അതിൽ കുറച്ച് സെല്ലുകളും റോയും കോളംസും ഒക്കെ വരുന്നതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന 5 വേരിയബിളിൻ്റെ കെ മാപ്പാണ്. 5 വേരിയബിളിൻ്റെ കെ മാപ്പ് കൺസിസ്റ്റ് ഓഫ് 4 വേരിയബിൾ കെ മാപ്പ്. 4 വേരിയബിളിൻ്റെ 2 കെ മാപ്പ് യൂസ് ചെയ്താൽ മാത്രമേ 5 വേരിയബിളുള്ള കെ മാപ്പിനെ നമുക്ക് മാപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ മൂവിങ് ഫോർവേഡ്, ദ മിനിമം നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് റിക്വയർഡ് ഇൻ എ കൗണ്ടർ ടു കൗണ്ട് 62 പൾസസ്. 62 പൾസ് കൗണ്ട് ചെയ്യാനായിട്ട് മിനിമം എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പൾസസ് എന്ന് പറയുന്നത് 2n ആണ്, വേറെ n ഇസ് ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. അപ്പോൾ 2n എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് പൾസസ് എന്നുണ്ടെങ്കിൽ, n നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പൾസസ് 2n ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഈ 62 പൾസസ് ഉണ്ടാക്കാനായിട്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ 5 എടുക്കാം, 6 എടുക്കാം, 7 എടുക്കാം. അത് 2⁵ 2⁶ 2�7 അതിൻ്റെ ഉത്തരം എന്തായിരിക്കണം? ഒന്നുകിൽ 62 അല്ലെങ്കിൽ അതിനെക്കാട്ടിയും കുറവുമായിരിക്കണം. അപ്പോൾ ആകെ മൊത്തം 64 ഉണ്ടാക്കാം, അല്ലെങ്കിൽ 65 ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളിന് 62 ഉണ്ടാക്കാൻ പറ്റും. ആകെ മൊത്തം 70 ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളിനും 62 ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ആകെ മൊത്തം 50 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരാൾക്ക് 62 ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റുമോ?
ഇല്ല. അപ്പോൾ നമ്മൾ എഴുതേണ്ട ബേസിക് ലോജിക് ഇവിടെ ഇതാണ്. 62 അതാണ് എനിക്ക് ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന പൾസ്. അതിനെ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് ഞാൻ ഇക്വേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ കിട്ടുന്ന ഉത്തരം ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ അല്ലെങ്കിൽ ഈക്വൽ ടു. മനസ്സിലായോ? അപ്പോൾ ഞാനിവിടെ ചെയ്ത് നോക്കാം. 62 അതിനെക്കാട്ടിയും വലുതായിട്ടൊരു ഉത്തരം ഇവിടെ വരണം. അപ്പോൾ 62 greater than or equal to 2 raised to 1, which is 2. 2 raised to 2 is 4. 2 raised to 2 is 8. 2 raised to 3 is 16. 2 raised to 4. 2 raised to 5 is 32. 2 raised to 6 is 64. അപ്പോൾ 2 raised to 6 32ൻ്റെ 64ൻ്റെ ഇടയ്ക്ക് അല്ലേ? 62 എന്ന് പറയുമ്പോൾ 64 താഴെയാണ്. അപ്പോൾ 2 raised to 6 അതിനെക്കാട്ടിയും കുറവാണ് 62. അപ്പോൾ ആകെ മൊത്തം എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് മിനിമം യൂസ് ചെയ്യേണ്ടി വരും? 6 ഫ്ലിപ്പ് ഫ്ലോപ്പ്. 6 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫുള്ളി എത്ര ഡെവലപ്പ് ചെയ്യും? 64 പൾസ് ഡെവലപ്പ് ചെയ്യും. അതാണ് ഇവിടെ കിട്ടിയ 64. 6 ഫ്ലിപ്പ് ഫ്ലോപ്പ് പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 64 പൾസ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ 64 ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അതിനെക്കാട്ടിയും കുറവുള്ള 62 പൾസ് എന്ത് ചെയ്യാൻ പറ്റും? ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് അവിടുത്തെ നോർമൽ ലോജിക്. ഓക്കെ, സോ മൂവിങ് ഇൻ ഫർദർ. Determine the output frequency of a 3-bit Johnson counter if clock frequency is 20 kHz and initial value at the counter is 010. അപ്പോൾ ഒരു ജോൺസൺ കൗണ്ടറിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ജോൺസൺ കൗണ്ടറിൻ്റെ ക്ലോക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് Q3, Q2, Q1 and Q0. എങ്ങനെയായാലും നമ്മൾ ആ ഒരു ലോജിക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഏത് നമ്പർ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. 0, 1, 2. സോ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 0, 1, 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ആദ്യത്തതും രണ്ടാമത്തതുമായിട്ടുള്ള സ്റ്റേറ്റുകൾ വരിക. സോ ഇറ്റ് ബിക്കംസ് 101. ജോൺസൺ കൗണ്ടർ അതാണ്. അടുത്തത് വരുമ്പോഴത്തേക്കും എന്ത് പറ്റും? 010. അപ്പോൾ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഓഫ് എ 3-bit ജോൺസൺ കൗണ്ടർ, 3 ബിറ്റേ അവിടെ ഉള്ളൂ താനും. ഇഫ് ദ ക്ലോക്ക് ഫ്രീക്വൻസി ഇസ് 20 kHz ആൻഡ് ഇൻറ്റേർണൽ വാല്യൂ അറ്റ് ദ കൗണ്ടർ ഈസ് 010. അപ്പോൾ ഈ ജോൺസൺ കൗണ്ടറിൻ്റെ ഇനിഷ്യൽ വാല്യൂ കഴിഞ്ഞ് അടുത്ത 2 പേരെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യണം? ഫ്ലിപ്പ് ചെയ്ത് തരണം. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ്. അപ്പോൾ 20 kHz ആണ് അതിൻ്റെ ഫ്രീക്വൻസി എങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി വിൽ ബി ഈക്വൽ ടു ക്ലോക്ക് ഫ്രീക്വൻസി 20 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 സ്റ്റേറ്റേ അവിടെ എടുക്കാനുള്ളൂ, വിച്ച് മീൻസ് f ഡിവൈഡഡ് ബൈ 2. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ വരുന്നതല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 20 kHz ഡിവൈഡഡ് ബൈ 2, ദറ്റ് ഇസ് 10 kHz. 10 kHz മാത്രമേ വരത്തുള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ജോൺസൺ കൗണ്ടറിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ എഴുതിയത് നോക്കിക്കൊള്ളുക. ഇനിഷ്യൽ വാല്യൂ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 101 ആയിരിക്കും. വീണ്ടും അടുത്ത വാല്യൂ എന്ത് പറ്റും? 010, വിച്ച് മീൻസ് 2 സ്റ്റേറ്റ് അതിനെടുക്കാനുള്ളൂ. അപ്പോൾ ഒരു ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 kHz ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓരോ 10 kHzലും ഫ്രീക്വൻസി മാറിക്കൊണ്ടിരിക്കും. ഓരോ 10 kHz ഫ്രീക്വൻസിയിലും ഔട്ട്പുട്ട് മാറിക്കൊണ്ടിരിക്കും. സോ ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ് ഫോർ എ മോഡ് 16 റിംഗ് കൗണ്ടർ ആർ. അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 2 എന്നൊന്നും ആലോചിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് റിക്വയർഡ് ഫോർ എ മോഡ് 16. മോഡ് എൻ കൗണ്ടർ. മോഡ് എൻ കൗണ്ടർ ആണ്. എൻ റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. മോഡ് 4, മോഡ് 8, മോഡ് 16 എന്നൊക്കെ പറയുന്നതിൽ എൻ എന്ന് പറയുന്ന നമ്പർ സൈഡിൽ വരുന്നത് എന്താണ്? ഇറ്റ് സെൽഫ് റെപ്രസെൻറ്റ്സ് ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 16. അപ്പോൾ മോഡ് 16 റിംഗ് കൗണ്ടറിന് ആവശ്യമായ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ 16 എണ്ണം തന്നെയാണ്. So the Boolean function realized by the logic circuit is given by, ശരിക്കും തന്നിരിക്കുന്നത് ഒരു മക്സ് ആണ്, 4/1 മക്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു മക്സ് സിസ്റ്റം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ബൂലിയൻ ഫംഗ്ഷൻ റിയലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് കുറച്ച് ഇൻപുട്ടുകളും കൊടുത്തിട്ടുണ്ട്, കുറച്ച് കൺട്രോൾ സർക്യൂട്ടുകളും കൊടുത്തിട്ടുണ്ട്. AB എന്ന് പറയുന്നതാണ് അതിൻ്റെ കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത്. CD അല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഓരോന്നുമാണ് അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് നെയിം ഇറ്റ് as I1. അതിൽ കൂടെ പോകുന്ന കറണ്ടുകളെ I1, I2, I3 എന്ന് പറയുന്നത് ഇവിടെയാണ്.
I4. അപ്പോൾ സിംപ്ലി ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ടോട്ടൽ I ഇസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3 പ്ലസ് I4. ഇനി അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോ. നമ്മൾ ആദ്യം I1, I2, I3 എന്ന് കൊടുത്തിരിക്കുന്നതിനെ ഐ എം റെപ്രസെൻറ്റിങ് ഇറ്റ് എസ് ദ കൺട്രോൾ സിഗ്നൽ 0 0 0 1 1 0 1 1. 0 1 2 3 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഇത് കൺട്രോൾ സിഗ്നൽസ് ആണ്, S0 ആൻഡ് S1, ഡസൻറ്റ് മാറ്റർ. അപ്പോൾ എല്ലാവർക്കും പേരുണ്ട് ABCD. അപ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് ഫംഗ്ഷൻ ഓഫ് ABCD എന്നാണ് തന്നിരിക്കുന്നത്. POS ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഫോമിലേക്ക് അത് മാറ്റി എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എന്താണ് ഇതിൽ ചെയ്യുക? ആദ്യത്തെ സർക്യൂട്ട് I1 എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ കൺട്രോൾ സർക്യൂട്ട് അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നൽ എന്താവണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത് AB ആണ്. 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Aയും 0 ബാർ, Bയും 0. പിന്നെ അവിടെ ആര് വരുന്നുണ്ട്? C വരുന്നുണ്ട്. പക്ഷെ നമുക്കവിടെ ഡിയും കൂടെ വേണം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കവിടെ 1 കൊടുക്കാൻ പറ്റുള്ളൂ, വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ബൈ D പ്ലസ് D ബാർ. ഓക്കെ, അപ്പോൾ ഒന്നായി പ്ലസ് ഇട്ട് ഇങ്ങനെ പോകേണ്ടതാണ്. ഞാനത് ഓരോന്നോരോന്ന് സ്റ്റെപ്പായിട്ട് മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തത് ഡിയുടെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ കൺട്രോൾ സിഗ്നൽ 0 1 ആണ്. 0 1 എന്ന് പറയുമ്പോൾ AB എന്നുള്ള ഫോർമാറ്റിൽ A ബാർ, B ഉണ്ട്, D ആണ് അവിടെ വന്ന സിഗ്നൽ. അപ്പോൾ സിയും കൂടെ എഴുതണം, വിച്ച് മീൻസ് C പ്ലസ് C ബാർ എന്ന് എഴുതാൻ പറ്റും, കാരണം C അവിടെ ഇല്ലല്ലോ. അപ്പോൾ നമുക്കത് 1 എന്നേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് എഴുതുന്നതാണ് C പ്ലസ് C ബാർ. വീണ്ടും പ്ലസ് അടുത്തയാൾ I3 1 0 മീൻസ് A ഉണ്ട്, B എന്ന് പറയുന്നത് ബാറാണ്. അവിടെ ആരാ വന്നിരിക്കുന്നത്? C ബാർ ആയിട്ടാണ് കയറിയിരിക്കുന്നത്. വേറെ ആരെങ്കിലും ഉണ്ടോ? D ഇല്ല. അപ്പം എന്തായാലും കൊടുത്താലേ പറ്റുള്ളൂ, D പ്ലസ് D ബാർ. നാലാമത്തെ ആൾ 1 1 വിച്ച് മീൻസ് AB. ഇത് ആൻഡ് ഗേറ്റ് അല്ലേ? ആൻഡ് ഗേറ്റിൽ എന്തായാലും 2 ഇൻപുട്ട് വരണം, സിയും ഡിയും. CD 4 പേരും വന്നു. ഇനി അവിടെ നമ്മൾ വേറെ 1 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവരെ ഒന്ന് സ്പ്ലിറ്റും കൂടെ ചെയ്ത് എഴുതാം, വിച്ച് ഇസ് ദിസ് ഇസ് A ബാർ, B ബാർ, C D. അതുപോലെ തന്നെ A ബാർ, B ബാർ, C D ബാർ. ഓക്കെ, അടുത്ത ആൾ എഴുതുമ്പോൾ ഓർഡറിൽ തന്നെ എഴുതുക, ABCD എന്നുള്ള ആ ഫോർമാറ്റിൽ തന്നെ പോകണം, കാരണം രണ്ടാമത്തെ ഒന്ന് മാറിക്കിടക്കുകയാണ്. A ബാർ, B, C D. അടുത്തത് A ബാർ, B, C ഡാഷ് D. ഓക്കെ, അടുത്ത നോക്കിക്കഴിഞ്ഞാൽ A, B ബാർ, C ബാർ, D, A, B ബാർ, C ബാർ, D ബാർ. അടുത്തത് ABCD എന്ന് കിടപ്പുണ്ട്. ഇത്രയും സിമ്പിൾ. അപ്പോൾ ഇതെങ്ങനെ എഴുതി എന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് ആലോചിക്കുക. കൺട്രോൾ സിഗ്നൽസും അതിൽ ഓരോന്നിനെയും ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നതും വെച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിനെ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു എന്നുള്ളത് മാത്രമേ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും ആ ലോജിക്കൽ സിഗ്നൽ കൊടുക്കുക. അതായത് ഒരു ലെറ്റർ A, B, C, D എന്നാണെന്നുണ്ടെങ്കിൽ അതെല്ലാം 1 ആണ്. ബാർ വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ ബി 0. അപ്പോൾ ഓരോന്നിനായിട്ട് കൊടുക്കാം A ബാർ, ഇത് 0 0 1 1 0 0 1 0 0 1 1 1 0 1 0 1 1 0 0 1 1 0 0 0 1 1 1 1. ഓക്കെ, ഇനി ഓരോരുത്തരെയും കണ്ടുപിടിച്ചോളൂ. ഇതെങ്ങനെ വരിക? 1 2 4 8 അല്ലേ? അപ്പോൾ 2 എണ്ണം 2 + 1, ദിസ് ഇസ് ആക്ച്വലി 3. ഇവിടെ 2 മാത്രമേ ഉള്ളൂ. ഇവിടെ 3 പേരുണ്ട്, 4 + 2 6 1 7, സോ ദിസ് ഇസ് 7. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 4ഉം 1ഉം വിച്ച് ഇസ് 5. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 8ഉം 1ഉം വിച്ച് ഇസ് 9. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 8 മാത്രം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 8ഉം 4ഉം 2ഉം 1ഉം ഉണ്ട്. 8 + 4 12 14 15. അപ്പോൾ ഒന്ന് ഓർഡറിലാക്കി കഴിഞ്ഞാൽ 2 3 5 2 3 5 പോയി. എത്രയായിരുന്നു? 4 7 ഉണ്ടല്ലേ. 2 3 5 7 8 9 and 15. ഇത്രയും വരുന്നുണ്ടോ? 2 3 5 2 3 5
235 ഇത് മാത്രമേ വരുള്ളൂ. അത് തന്നെ അപ്പോൾ തന്നെ ഉറപ്പിക്കാം. 235 78950 78950. സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തത്, മക്സിൻ്റെ കാര്യത്തിൽ ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സോ വിൽ മൂവ്. The digital circuit using two inverters shown in the figure will act as. ഇൻവേർട്ടർ വെച്ചത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫിഗർ ആണ്. ആ ഇൻവേർട്ടർ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആയിരിക്കും. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് സർക്യൂട്ടാണ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. 2 ഇൻവേർട്ടർ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് റിസംബിൾസ് ടു എ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഓക്കെ, സോ മെഷർമെൻറ്റ്സ് സെക്ഷനിലേക്ക് നമ്മൾ കയറുകയാണ്. മെഷർമെൻറ്റ് സെക്ഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വഴിയാണ്. ദ കൺട്രോളിംഗ് ടോർക്ക് ഓഫ് എൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഡാഷസ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ മൂവിങ് സിസ്റ്റം ഇൻക്രീസസ്. അപ്പോൾ കൺട്രോളിംഗ് ടോർക്ക്, ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൺട്രോളിംഗ് ടോർക്കും അതുപോലെ തന്നെ ഡിഫ്ലക്ഷൻ ടോർക്കിനെ സംബന്ധിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫ്ലക്ഷൻ ടോർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫ്ലക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉദ്ദേശിച്ചിരിക്കുന്നത് ഡിഫ്ലക്ഷൻ ടോർക്കാണ്. അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ കൺട്രോളിംഗ് ടോർക്ക് എന്തിനാണ്, ഡിഫ്ലക്ഷൻ ടോർക്ക് എന്തിനാണ്? ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു പോയിൻ്റർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വോൾട്ടേജ് ആവാം, കറണ്ട് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വാല്യൂ ആയിരിക്കാം, പവർ ആയിരിക്കാം. പവർ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് കറണ്ടും തന്നെയാണ് ഇൻസൈഡിൽ കയറുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈ പോയിൻ്റർ എന്ത് ചെയ്യണം, പോയിൻ്റർ ഇങ്ങനെ മൂവ് ചെയ്യണം അല്ലെങ്കിൽ ഡിഫ്ലക്റ്റ് ചെയ്യണം. ഇനി ഡിഫ്ലക്റ്റ് ചെയ്താൽ നമ്മൾ അതിൻ്റേതായ രീതിയിൽ അങ്ങ് വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, നേരെ ചെന്ന് ഫൈനൽ വാല്യൂവിൽ അടിച്ചു നിൽക്കും. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, കൺട്രോൾ ചെയ്യേണ്ടി വരും. പല ടൈപ്പിലുള്ള കൺട്രോളുകളുണ്ട്. സ്പ്രിംഗ് കൺട്രോളുണ്ട്, ഗ്രാവിറ്റി കൺട്രോളുണ്ട്, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉണ്ട്, ഇങ്ങനെ പല 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 കൺട്രോളുകളുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൺട്രോളിംഗ് ടോർക്ക് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിന് പോട്ടെ, ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ കൺട്രോളിംഗ് ടോർക്ക് എങ്ങനെയായിരിക്കണം ആസ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ മൂവിങ് സിസ്റ്റം കൂടുമ്പോൾ. ഡിഫ്ലക്ഷൻ കൂടുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഡിഫ്ലക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോളിംഗ് ടോർക്കും എന്ത് ചെയ്താലേ പറ്റുള്ളൂ, കൂടിയാലേ പറ്റുള്ളൂ. ദ ആൻസർ ഇസ് ഇൻക്രീസസ്. Okay, moving on to the next question. The type of instrument used mainly for standardizing instruments in laboratory. ലബോറട്ടറിയിലെ ഇൻസ്ട്രുമെൻസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനുള്ളതാണ്. ഇവിടെ കുറേ കാണിച്ചിട്ടുണ്ട്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, ഇൻറ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇതെല്ലാം പല പല ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കൊടുക്കുന്ന വാല്യൂവിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, നമ്മളൊരു വാല്യൂ കൊടുത്തു, വിൽ ജസ്റ്റ് ഇൻഡിക്കേറ്റ് ഇറ്റ്. ഇൻറ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് അതെന്ത് ചെയ്യും, ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകും. അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ് അതാണ് ശരിക്കും പറഞ്ഞാൽ എന്തിന് യൂസ് ചെയ്യുന്നത്, കാലിബ്രേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സ്. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂസ് എല്ലാം റെക്കോർഡ് ചെയ്തിരിക്കും. ഏറ്റവും നല്ല റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻ്റ് അറിയാവുന്നത് ഏതാണ്, നമ്മുടെ വീട്ടിലിരിക്കുന്ന വാട്ട് അവർ മീറ്റർ, കിലോ വാട്ട് അവർ മീറ്റർ അല്ലെങ്കിൽ എനർജി മീറ്റർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിന് ഉത്തരം, ദ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് മെയിൻലി ഫോർ സ്റ്റാൻഡർഡൈസിങ് ഇൻസ്ട്രുമെൻറ്റ്സ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, ഇൻ പോർട്ടബിൾ ഡിവൈസസ് ഡാഷ് കൺട്രോളിംഗ് ടോർക്ക് ഇസ് പ്രൊവൈഡ്. ഞാൻ തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞു, ഒരുപാട് ടൈപ്പ് കൺട്രോളിംഗ് ടോർക്കുകളുണ്ട്. ഗ്രാവിറ്റി കൺട്രോളുണ്ട്, എഡ്ഡി കറണ്ട് ഉണ്ട്, സ്പ്രിംഗ് ഉണ്ട്, എയർ ഡാമ്പിംഗ് ഉണ്ട്, ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്ന പോർട്ടബിൾ ആയിട്ടുള്ള എടുത്തു മാറ്റാൻ പറ്റുന്ന ഈ പറയുന്ന ഡിവൈസുകളിൽ ഏത് കൺട്രോളിംഗ് ടോർക്കാണ് യൂസ് ചെയ്യുന്നത്. മെയിൻലി ദാറ്റ് യൂസ് ദിസ് സ്പ്രിംഗ് കൺട്രോൾ. അപ്പോൾ സ്പ്രിംഗ് കൺട്രോൾ എന്ന് പറയുന്ന കൺട്രോളിംഗ് ടെക്നിക്കാണ് നമ്മൾ എന്തിൽ യൂസ് ചെയ്യുന്നത്, പോർട്ടബിൾ ഡിവൈസിൽ യൂസ് ചെയ്യുന്നത്. ഈ സ്പ്രിംഗ് കൺട്രോൾ യൂസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന സ്പ്രിംഗ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറുമായിട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ടോളറബിൾ ആയിരിക്കണം. അപ്രീഷ്യബിൾ ആയിട്ടുള്ള ചേഞ്ച് വരുമ്പോഴത്തേക്കും വലിയ രീതിയിലുള്ള ടെമ്പറേച്ചറിന് വ്യത്യാസം ഉണ്ടാകുമ്പോഴും ഇതിൽ എക്സ്പാൻഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഇറ്റ് മസ്റ്റ് ബി ഫ്രീ ഫ്രം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ സ്പ്രിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോസ്ഫർ ബ്രോൺസ് സ്പ്രിംഗ് ആയിരിക്കും. കാര്യം മിക്കവാറും നമ്മൾ കൊടുക്കുന്ന സപ്ലൈ, അത് വോൾട്ടേജ് ആണെങ്കിലും കറണ്ട് ആണെന്നുണ്ടെങ്കിലും ഈ സ്പ്രിങ് വഴിയായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതൊരു കണ്ടക്ടറും ആയിരിക്കണം, എന്നാൽ സ്പ്രിംഗ് ആക്ഷനും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ രണ്ടും വരുന്നത് ഫോസ്ഫർ ബ്രോൺസ് വയറുകൾക്കാണ്. അപ്പോൾ സ്പ്രിംഗ് കൺട്രോളാണ്, അതിൻ്റെ കൂടെ തന്നെ ഈ ഫോസ്ഫർ ബ്രോൺസ് എന്ന് പറയുന്ന പേരും കൂടി ഒന്ന് ഓർത്തിരിക്കുക. Now, which of the following instrument does have a deflecting torque governed by frequency? And this is very important എന്ന് നോക്കിക്കോളൂ. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയ കാര്യമായിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത് ഗവേൺ ബൈ ഫ്രീക്വൻസി. ഫ്രീക്വൻസി കാരണം ഗവേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്രീക്വൻസി വെച്ചിട്ട് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ ഗവേൺ ചെയ്യുന്നത് ഈ പറയുന്നതിൽ ഏത് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്? MI മീൻസ് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റ്, ഹോട്ട് വയർ ഇൻസ്ട്രുമെൻറ്റ്, ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്, MC ഇൻസ്ട്രുമെൻറ്റ്സ്. മൂവിങ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബോത്ത് AC DC വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ AC DC മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. MC ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത് DC മാത്രം മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്.
ഹോട്ട് വയർ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ട് വയർ ഉണ്ടാവും. നമ്മൾ കറണ്ട് കടത്തി വിടുന്നതിനനുസരിച്ച് ഈ ഹോട്ട് വയർ ഒരു എക്സാമ്പിളായിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനിടയിൽ ഒരു വയർ ഉണ്ടാവും. ആൻഡ് ദർ വിൽ ബി എ പുള്ളി ആൻഡ് എ പോയിൻറ്റർ. ഇതുമായിട്ട് കണക്ട് ചെയ്തൊരു സിൽക്ക് ത്രെഡ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കറണ്ടാണ് കടത്തി വിടുന്നതെന്നുണ്ടെങ്കിൽ ജൂൾസിനനുസരിച്ച് ഹീറ്റ് ആവുന്ന സമയം ഇതെന്ത് ചെയ്യും, ചെറുതായിട്ട് ബെൻഡ് ആവും. അത് ബെൻഡ് ആകുമ്പോഴത്തേക്കും അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന സിൽക്ക് വയർ, പുള്ളിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സിൽക്ക് വയറിന് മൂവ്മെൻറ്റ് ഉണ്ടാവും. ആ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് പോയിൻ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. അതാണ് ഹോട്ട് വയർ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ കിലോ വാട്ട് അവർ മീറ്ററും കാര്യങ്ങളും അല്ല. ദിസ് പെർട്ടിക്കുലർ ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഫ്രീക്വൻസി. അപ്പോൾ ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻസിലാണ് എന്ത് വരുന്നത്, ദ റിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇസ് ഗവേൺഡ് ബൈ ഫ്രീക്വൻസിയെ ബേസ് ചെയ്ത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വരുന്ന ഒരു എക്സാമ്പിൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ഇൻഡക്ഷൻ ടൈപ്പ് വാട്ട് മീറ്ററിൻ്റെ കാര്യം തന്നെയാണ്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 5(1) 5(2) ഇൻറ്റു സൈൻ. ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ തന്നെ വരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അത് ഫ്രീക്വൻസി. sin φ എന്ന് പറയുന്നത് എന്താണ്, ω t ആണ്. അതിനെ ബേസ് ചെയ്താണ് അത് പോകുന്നത്. Then the power of 6-phase circuit can be measured with a minimum of. അപ്പോൾ ഇത് ബേസിക്കലി എത്ര ഫേസ് ഉണ്ട് എന്നുണ്ടെങ്കിലും that particular thing can be measured either with n or n-1 watt meters. n അല്ലെങ്കിൽ n-1 watt meter. അത് മനസ്സിലാക്കാനായിട്ട് ഇത്രയും കാര്യം നമുക്ക് നോക്കാം. നമ്മുടെ 3-phase സർക്യൂട്ടുകൾ ഉണ്ടല്ലോ, 3-phase സ്റ്റാർ കണക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡെൽറ്റ കണക്ഷൻ ആയിക്കോട്ടെ, നമ്മൾ വാട്ട് മീറ്റർ മെത്തേഡ് വെച്ച് മെഷർ ചെയ്യുന്ന സമയം ഈ പവർ മെഷർ ചെയ്യുമ്പോൾ 2 watt meter മെത്തേഡ് ആൻഡ് 3 watt meter മെത്തേഡ്. 2 watt meter മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരെണ്ണത്തിനെ കോമൺ ആക്കി എടുത്ത് വെച്ചുകൊണ്ട് ദിസ് ഇസ് W1 ആൻഡ് ദിസ് ഇസ് W2. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, 3 എണ്ണത്തിലും ഓരോ വാട്ട് മീറ്റർ ഉണ്ടാവും. ആൻഡ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് പറയുന്ന ന്യൂട്രലിലോട്ടായിരിക്കും. അപ്പോൾ എത്ര ഫേസ് ഉണ്ടോ ഒന്നുകിൽ അത്രയും ഫേസിലും വാട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഫേസിൻ്റെയും പവർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളെ കോമൺ ആക്കി വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരിൽ വാട്ട് മീറ്റർ കണക്ട് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ടോട്ടൽ പവർ കാൽക്കുലേറ്റ് ചെയ്യും. ആ ഒരു ബോധത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഫേസ് ഉണ്ടോ, ഇഫ് ദ നമ്പർ ഓഫ് ഫേസസ് ഇസ് n, ദെൻ ദ നമ്പർ ഓഫ് വാട്ട് മീറ്റേഴ്സ് റിക്വയർഡ് വിൽ ബി n അല്ലെങ്കിൽ n-1. എന്നോ n-1 വാട്ട് മീറ്റേഴ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ പവർ നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ അതൊന്ന് ആലോചിച്ചോളൂ, എത്ര ഫേസ് ഉണ്ടോ ഒന്നുകിൽ അത്രയും അല്ലെങ്കിൽ അതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യാൻ കാര്യം എന്താണ്, അതിലെ ഏതെങ്കിലും ഒരാളെ കോമൺ ആയിട്ട് നമ്മളങ്ങ് സെറ്റ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ n-1 വാട്ട് മീറ്റർ മതിയാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ പവർ ഓഫ് എ 6-phase സർക്യൂട്ട് ക്യാൻ ബി മെഷേർഡ് ബൈ, ഒന്നുകിൽ എന്ത് വേണം, 6 വേണം, അല്ലാന്നുണ്ടെങ്കിൽ 5 വേണം. അത് മനസ്സിലായി. വിത്ത് എ മിനിമം ഓഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിത്ത് എ മിനിമം ഓഫ് 5 വാട്ട് മീറ്റർ, മാക്സിമം ഓഫ് 6 വാട്ട് മീറ്റർ. അപ്പോൾ തെറ്റിപ്പോകരുത്, മാക്സിമം 6 വാട്ട് മീറ്റർ. സിംപ്ലി 6-phase പവർ ഓഫ് എ 6-phase സർക്യൂട്ട് ക്യാൻ ബി മെഷേർഡ് വിത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 വാട്ട് മീറ്റർ എഴുതിയാൽ മതിയാവും. പക്ഷേ അവിടെ മിനിമം എടുത്ത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്ത് എഴുതാവും, 5 വാട്ട് മീറ്ററിന് ഉത്തരം എഴുതാവും. നൗ വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഹാവ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് 300 ഡിഗ്രി? ഏകദേശം 300 ഡിഗ്രിയോളം ഡിഫ്ലക്ഷൻ വരുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? ദിസ് ഇസ് നത്തിങ് ബട്ട് ഇൻഡക്ഷൻ. സോ ഒരു സ്ട്രൈറ്റ് അവേ ക്വസ്റ്റ്യൻ ആണ്. ഇൻഡക്ഷൻ ടൈപ്പ് മീറ്റേഴ്സിനാണ് ഏകദേശം 300 ഡിഗ്രി വൈഡ് സ്കെയിലുള്ളത്. അപ്പോൾ 300 ഡിഗ്രി എന്നുള്ളത് പകരം ചിലപ്പോൾ വൈഡ് സ്കെയിൽ എന്ന് ചോദിച്ചാൽ, വൈഡ് സ്കെയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം ഇൻഡക്ഷൻ ടൈപ്പ് മീറ്റേഴ്സിനെ വരത്തുള്ളൂ. ഓക്കെ, now with the help of which bridge are the capacitance and dielectric loads of a capacitor generally measured? അപ്പോൾ ഈ സെക്ഷൻ എന്ന് പറയുന്നത്
മെഷർമെൻറ്റിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരുപാട് ബ്രിഡ്ജസ് നമുക്ക് പഠിക്കാനുണ്ട്. കെൽവിൻ ബ്രിഡ്ജ് ഏറ്റവും തുടക്കത്തിൽ പറയുന്നത് +2 പഠിച്ചു വന്ന വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് തുടങ്ങി കെൽവിൻ ബ്രിഡ്ജ്, കെൽവിൻ ഡബിൾ ബ്രിഡ്ജ്, എഴുതിയിരിക്കുന്ന ഡി-സാറ്റി, വെയിൻ, ആൻഡേഴ്സൺ, ഷെറിംഗ് ബ്രിഡ്ജ്, ഇങ്ങനെ ഒരുപാട് ബ്രിഡ്ജുകളുണ്ട്. ബ്രിഡ്ജ് സർക്യൂട്ട് എന്ന് പറയുന്നത് മെഷർമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഈ 3 പേരുടെ മെഷർമെൻറ്റ്സ് ആണ് ബ്രിഡ്ജ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കേട്ട കുറേ പേരുകൾ, ആ കുറേ പേരുകളിൽ പലരും ഒരേ കാര്യം തന്നെ മെഷർ ചെയ്യുന്നതാണ്. ഇപ്പോൾ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിനെ മെഷർ ചെയ്യുന്നു. അതുപോലെ മറ്റ് ബ്രിഡ്ജുകൾ മറ്റ് പല സാധനങ്ങൾ മെഷർ ചെയ്യുന്നു. അപ്പോൾ ബ്രിഡ്ജുകളുടെ പേര് പഠിച്ചു വയ്ക്കുക എന്നുള്ളത് ഒരു ടെഡിയസ് ടാസ്ക് തന്നെയാണ്. അപ്പോൾ അത് പഠിച്ച് വെച്ചാലേ പക്ഷേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെ ബ്രിഡ്ജുകൾ ഏതൊക്കെ കാര്യങ്ങൾ മെഷർ ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് ബ്രിഡ്ജ് ദ കപ്പാസിറ്റൻസ് ആൻഡ് ഡയലക്ട്രിക് ലോസ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായി പഠിച്ചു വെച്ചിരിക്കുന്നവർ നോക്കുമ്പോൾ 2 ഉത്തരങ്ങൾ കിട്ടും. ഡി-സാറ്റി ബ്രിഡ്ജും അതുപോലെ തന്നെ ഷെറിംഗ് ബ്രിഡ്ജും. ഇവർ 2 പേരും കപ്പാസിറ്റൻസുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അതിൽ ഈ ഡി-സാറ്റി ബ്രിഡ്ജ് എന്ന് പറയുന്നത് ദേ ആർ യൂസ്ഡ് ടു കമ്പയർ ദ കപ്പാസിറ്റൻസ്. 2 കപ്പാസിറ്റേഴ്സിൻ്റെ കപ്പാസിറ്റൻസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡി-സാറ്റി ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഷെറിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നതോ ഈ പറയുന്ന കപ്പാസിറ്റൻസും അതിൻ്റെ ഡയലക്ട്രിക് ലോസും എല്ലാം മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഷെറിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതിൽ വെയിൻ ബ്രിഡ്ജ് ഇറ്റ് ഇസ് പ്രൈമർലി ഫ്രീക്വൻസി മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ആൻഡേഴ്സൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ മെഷർമെൻറ്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. അതുപോലെ തന്നെ ഹീവ് സൈഡ് എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജും കൂടെ ഉണ്ട്, ദാറ്റ് ഇസ് ഫോർ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അപ്പോൾ ഇതാണ് ബേസിക് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. കെൽവിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. കെൽവിൻ ഡബിൾ ബ്രിഡ്ജും റെസിസ്റ്റൻസ് ആണ്. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് റെസിസ്റ്റൻസ് ആണ്. ഇത്തരത്തിൽ ഒരുപാട് ബ്രിഡ്ജുകളുണ്ട്. എങ്കിലും ഒരു പ്രോബ്ലം വഴി ചെയ്യുമ്പോൾ ആ പ്രോബ്ലം തെറ്റുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ബ്രിഡ്ജുകൾ ഏതൊക്കെയാണ് എന്നൊന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഡി-സാറ്റി ബ്രിഡ്ജും ഷെറിംഗ് ബ്രിഡ്ജും 2 പേരും കപ്പാസിറ്റൻസ് മെഷർമെൻ്റ് ആണ്. ഡി-സാറ്റി കമ്പാരിസൺ ആണെന്നുണ്ടെങ്കിൽ ഷെറിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഡയലക്ട്രിക് ലോസും കൂടെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. വെയിൻ ബ്രിഡ്ജ് ഫ്രീക്വൻസിയാണ്. ആൻഡേഴ്സൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. ഹീവ് സൈഡ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. Now, moving forward, which of the following is not true for an analog അല്ലെങ്കിൽ ഡിജിറ്റൽ മൾട്ടിമീറ്റർ? അനലോഗ് ഓർ ഡിജിറ്റൽ മൾട്ടിമീറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നതിൽ ഏതാണ് നോട്ട് ട്രൂ? അപ്പോൾ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ UPSC ടൈപ്പ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക. ട്രൂ എന്നതിന് പകരം ചിലപ്പോൾ നോട്ട് ട്രൂ ആയിരിക്കും തന്നിരിക്കുന്നത്. അതിൽ നോട്ട് എന്ന് പറയുന്നത് കറുപ്പിച്ചൊക്കെ തന്നിട്ടുണ്ടാവും, എങ്കിലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ സിഗ്നൽ ലെവൽസ് ക്യാൻ ബി ഒബ്സർവ്ഡ്. ഈ മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും കുറേയിലൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. A sudden change in signal can be detected by analog multimeter more swiftly than a digital multimeter. അപ്പോൾ അനലോഗ് മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. നമ്മൾ സിഗ്നൽ കൊടുക്കുമ്പോഴത്തേക്കും അത് സ്പ്രിങ്ങിൽ കയറുന്നു, ആ സ്പ്രിങ് പോയിന്ററിനെ മൂവ് ചെയ്യിക്കുന്നു, കൺട്രോളും ഡിഫ്ലക്റ്റിംഗ് ടോർക്കൊക്കെ വരുന്നതാണ്. അതേസമയം ഒരു ഡിജിറ്റലിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും അത് സർക്യൂട്ടുകളാണ്. കപ്പാസിറ്റൻസ് ഉണ്ടാവും, ഇൻഡക്ടർ ഉണ്ടാവും, റെസിസ്റ്റർ ഉണ്ടാവും. ഇതിൽ കൂടെ എല്ലാം കയറിപ്പോയി ചെറിയ എന്തുണ്ടാവും, ടൈം ഡിലേ ഉണ്ടാവും. വളരെ പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ആർക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ? അനലോഗ് മൾട്ടിമീറ്ററിന് തന്നെയാണ് സഡൻ ചേഞ്ചുകളെല്ലാം പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഡിജിറ്റൽ മീറ്റേഴ്സ് ആർ ബൾക്കി ആൻഡ് കോസ്റ്റ്ലി. ഒരു ബെറ്റർ ഡിജിറ്റൽ മീറ്റർ പറയാം നിങ്ങൾ യൂസ് ചെയ്യുന്ന മൾട്ടിമീറ്റർ. നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് ഡിജിറ്റൽ മീറ്ററാണ്. എന്നാൽ ഇതിൻ്റെ തന്നെ അനലോഗ് കണ്ടിട്ടുണ്ടോ? അനലോഗ് ഒന്ന് കടയിൽ ചെന്നിട്ടൊന്ന് കാണിച്ചു തരാൻ നോക്കുക. ഇവർ രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഏതാണ് ബൾക്കി എന്നുള്ളത്. ആക്ച്വലി അനലോഗാണ് കുറച്ച് ബൾക്കി ആയിട്ട് വരുന്നത്. ഡിജിറ്റൽ മീറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മീറ്റേഴ്സ് എന്ന് പറയുന്നത് ബൾക്കി അല്ല, അതുപോലെ തന്നെ അത്ര കോസ്റ്റ്ലിയും അല്ല അനലോഗിനെ കമ്പയർ ചെയ്യുമ്പോൾ പറയുമ്പോഴാണ്. ഓൾ മെഷർമെൻറ്റ്സ് ആർ പോസിബിൾ ബി യൂസിങ് 1 മീറ്റർ ഓൺലി. മൾട്ടിമീറ്റർ എന്ന് പറയുന്ന പേര് എന്താണ്? ഒരുപാട് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും. അത് അനലോഗ് ആയാലും ശരി, ഡിജിറ്റൽ ആയാലും ശരി. അപ്പോൾ ഇത് ശരിയാണ്. ഇവിടെ ഈ ബൾക്കി കോസ്റ്റ്ലി, ഡിജിറ്റൽ മീറ്റർ ബൾക്കി അല്ല, കോസ്റ്റ്ലിയും അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാൾ തെറ്റാണ്. സോ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. ഓക്കെ, ദെൻ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ക്യൂ മീറ്റർ അല്ലെങ്കിൽ ക്വാളിറ്റി മീറ്റർ. കോയിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ക്യൂ മീറ്റർ. ഒന്നുകൂടി ഉള്ളിലേക്ക് കയറി സഞ്ചരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് റെസനൻസുമായി ബന്ധപ്പെട്ടാണ് ക്യൂ ഫാക്ടർ, ക്യൂ മീറ്റർ തുടങ്ങിയ സാധനങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇവിടെ ക്യൂ മീറ്ററിനെ സംബന്ധിച്ച് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
It measures electrical properties of capacitors only. It measures electrical properties of both the coils and capacitor. It measures mechanical properties of the coils only. It measures electrical properties of the coils only. So the main thing is electrical property, mechanical property, കപ്പാസിറ്റർ, കോയിൽ, കപ്പാസിറ്ററും കോയിലും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. ക്യൂ മീറ്റർ മെയിൻലി മെഷേഴ്സ് ദ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി. ക്യൂ മീറ്റർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടി അല്ല, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കളയാൻ പറ്റും? സി അല്ല എന്നിപ്പോഴേ ഉറപ്പിച്ചു, കാരണം അത് മെക്കാനിക്കൽ പ്രോപ്പർട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഇനി എന്തിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ്? ബേസിക്കലി ഇറ്റ് ഡീൽസ് വിത്ത് കോയിൽസ് ആസ് വെൽ എസ് കപ്പാസിറ്റേഴ്സ്. കോയിൽസിൻ്റെയും കപ്പാസിറ്റേഴ്സിൻ്റെയും വാല്യൂ മെഷർ ചെയ്യുക, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന ക്യൂ മീറ്ററിൻ്റെ പ്രധാനപ്പെട്ട ജോലി. ആൻഡ് ഇറ്റ് വർക്ക്സ് ഓൺ സീരീസ് റെസൊണൻസ്. അപ്പോൾ 12th നിങ്ങൾ സീരീസ് റെസൊണൻസ് ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സീരീസ് റെസൊണൻസിൽ കേട്ട ക്യൂ ഫാക്ടർ, ആ ക്യൂ ഫാക്ടർ തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് മെഷർ ചെയ്യുന്നതാണ് ഈ ക്യൂ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കോയിലിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും അത് രണ്ടും ഈക്വൽ ആകുമ്പോൾ XL = XC എന്ന് പറയുന്നത് വരുമ്പോഴാണ് റെസൊണൻസ് വരുന്നത്, സീരീസ് റെസൊണൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് മെഷർ ചെയ്യുന്നത് ക്യൂ മീറ്റർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ കോയിലിൻ്റെയും, വിച്ച് മീൻസ് ഇൻഡക്റ്റൻസ്, അതുപോലെ തന്നെ കപ്പാസിറ്റൻസിൻ്റെയും ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി മെഷർ ചെയ്യുന്ന ആളാണ് എന്ത്? ക്യൂ മീറ്റർ. അപ്പോൾ ഇതിൽ ഏത് മാച്ചായിട്ട് വരും? ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ, എയും ബിയും ഡിയും. ഇത് കപ്പാസിറ്റർ ഒള്ളിയാണ്, ഇത് കോയിൽ ഒള്ളിയാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും എടുക്കാൻ പറ്റില്ല. ഇറ്റ് മെഷേഴ്സ് ബോത്ത് കോയിൽസ് ആൻഡ് കപ്പാസിറ്റേഴ്സ്. Then dash is an electrical device used for testing insulation of a motor for shorted coils. So coilsinde, shorted coilsinde റെസിസ്റ്റൻസ് അല്ലേ, ഇൻസുലേഷൻ മെഷർ ചെയ്യാനായിട്ട് ഇതിൽ തന്നിരിക്കുന്ന ഏത് മീറ്ററാണ് ഉപയോഗിക്കുന്നത്? സാധാരണഗതിയിൽ നൺ ഓഫ് ദ എബോവ് വന്നു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കണം എന്നാണ് അർത്ഥം. കാരണം ഇതിൽ ചിലപ്പോൾ ഉത്തരം ഇല്ലാതെയും വരാം. എനിവേസ് ഇതിൽ ഉത്തരം ഉണ്ട്. അപ്പം നൺ ഓഫ് ദീസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഇതൊരു മീറ്റർ അല്ല. ടോങ് ടെസ്റ്റർ is actually used for measuring the കറണ്ട് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ടോങ് ടെസ്റ്ററിനെ യൂസ് ചെയ്യുന്നത്. അനിമോമീറ്റർ എന്താണ്? വിൻഡ് സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. വിൻഡ് സ്പീഡ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് അനിമോമീറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്രൗളറേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഗ്രൗളർ ഉത്തരം പറയാൻ പറ്റില്ല. ഇതും ഒരു മീറ്ററിൻ്റെ പേരായിരുന്നു എങ്കിൽ വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ നൺ ഓഫ് ദീസ് ഉള്ളത് കൊണ്ട് ഒന്ന് ആലോചിക്കുക. എനിവേസ് ഗ്രൗളർ തന്നെയാണ് അതിൻ്റെ ഉത്തരം. ഗ്രൗളർ ഈസ് യൂസ്ഡ് ഫോർ മെഷറിങ് ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. സോ ഇൻസുലേഷൻ മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രൗളറാണ്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ എടുത്ത് പറയാം, ഈ നൺ ഓഫ് ദ എബോവും ഓൾ ഓഫ് ദ എബോവും വരികയാണെന്നുണ്ടെങ്കിൽ വളരെ ആലോചിച്ച് മാത്രമേ ഉത്തരം ചെയ്യാവുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഉത്തരം വരിക. 4 എണ്ണവും ഒരു പേരായിരുന്നു, 3 പേരെ നിങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചു എങ്കിൽ തീർച്ചയായിട്ടും ഉത്തരം എഴുതാൻ പറ്റും. മൂവിങ് ഫർദർ, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ എന്ന് പറയുന്നത് (kV/mm). ഇതിൽ തെറ്റിക്കാൻ ചാൻസ് ഉള്ളത് ഈ പറയുന്ന യൂണിറ്റുകളിലാണ്. kV, മില്ലിമീറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് മാറ്റി ചോദിക്കാം. എന്തായാലും ഇപ്പോൾ തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ ഈസ് 3 kV/mm ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി 3 എന്ന് പറയുന്ന ഒരു ഉത്തരം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റില്ല. അപ്പം നിയറസ്റ്റ് വാല്യൂ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 3.2. കാരണം പല ടെക്സ്റ്റുകളിൽ പല രീതിയിലായിരിക്കും അത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത ആൾ ഏത് ടെക്സ്റ്റാണോ റെഫർ ചെയ്തത് അതിനെ ബേസ് ചെയ്ത വാല്യൂ ആയിരിക്കും അവിടെ കാണുക. എന്നാലും ഇവർ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും കാണില്ല. അതായത് ഒരു ടെക്സ്റ്റിൽ 3 മറ്റേ ടെക്സ്റ്റിൽ 5 പറയില്ല. വളരെ ചെറിയ ഡിഫറൻസ് മാത്രമേ കാണത്തുള്ളൂ, പോയിന്റുകളുടെ വ്യത്യാസം. അതുകൊണ്ടാണ് 3 kV എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ. പക്ഷേ ഓപ്ഷനിൽ വന്നപ്പോഴത്തേക്കും അത് 3.2 ആയി. നിയറസ്റ്റ് വാല്യൂ നമ്മൾ ചൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. മൂവിങ് ഓൺ ഫർദർ, ദ ഡീപോളറൈസർ ഇൻ എ ലെഗ്രാഞ്ച് സെൽ. ഒരു ലെഗ്രാഞ്ച് സെല്ലിലെ ഡീപോളറൈസർ എന്താണ്? അപ്പോൾ ലെഗ്രാഞ്ച് സെൽ എന്ന് പറയുന്നത് EMF ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് ലാബിൽ ചെയ്യുമ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ലെഗ്രാഞ്ച് സെല്ലിൽ ഒരു ആനോഡുണ്ട്, ഒരു കാഥോഡുണ്ട്, ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡീപോളറൈസറും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആനോഡ് എന്ന് പറയുന്നത് സിങ്ക്,
കാഥോഡ് ഇസ് എ കാർബൺ റോഡുകളാണ് രണ്ടുപേരും. ഇലക്ട്രോലൈറ്റ് ഇസ് അമോണിയം ക്ലോറൈഡ് and the depolarizer is magnesium dioxide. So the option is MnO2. Okay. അപ്പോൾ ലെക്ലാഞ്ച് സെൽ എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് വളരെ കുറവാണ്, കാരണം ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ഉത്തരങ്ങളെല്ലാം വരുന്നതാണ്. നൗ സെഡിമെൻറ്റേഷൻ. അപ്പോൾ ഒരു ലെഡ് ആസിഡ് സെല്ലിൻ്റെ സെഡിമെൻറ്റേഷനെ കുറിച്ചാണ് ചോദ്യം. സെഡിമെൻറ്റേഷൻ ഒക്കേഴ്സ് ഇൻ ലെഡ് ആസിഡ് സെൽ ഡ്യൂ ടു എന്തൊക്കെ കാരണങ്ങളല്ലേ, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്? എന്തായാലും മൾട്ടിപ്പിൾ ചോയ്സ് ചോദിച്ചിട്ടില്ല, ഒരു ഇതേ വന്നിട്ടില്ല. ഓവർ ചാർജിങ് അറ്റ് ഹൈ റേറ്റ്, ഓവർ ചാർജിങ് അറ്റ് സ്ലോ റേറ്റ്, ആൻഡ് നോ യൂസ് ഫോർ എ ലോങ് പീരീഡ്, ആൻഡ് സ്ലോ ചാർജ്ഡ് റേറ്റ്. സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത് അടിഞ്ഞു കൂടുന്നതാണ്. അപ്പോൾ എന്തായാലും അവിടെ റിയാക്ഷൻ നടന്നാലേ പറ്റൂ, ഫസ്റ്റ് ലോജിക്. അപ്പോൾ ചാർജിങ് എന്ന് പറയുന്ന കാര്യം അവിടെ വരണം. അപ്പോൾ ചാർജിങ് വന്നിട്ടുണ്ട്. നോ യൂസ് ഫോർ എ ലോങ് പീരീഡ് എന്ന് പറയുന്നത് അപ്പോഴേ നമുക്കവിടെ ക്രോസ് ചെയ്യാം. ബാക്കിയുള്ളത് സെഡിമെൻറ്റേഷൻ വളരെ ചെറിയ റേറ്റിലാണ് എന്നുണ്ടെങ്കിൽ സെഡിമെൻറ്റേഷൻ ഒക്കർ ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് ഓവർ ചാർജിങ് ആണ്, ഹൈ റേറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ സ്ലോ റേറ്റ് എന്നുള്ള രണ്ടെണ്ണവും കളയാം. ഓവർ ചാർജിങ് അറ്റ് ഹൈ റേറ്റ്. സോ സെഡിമെൻറ്റേഷൻ occurs when we are overcharging the battery or overcharging the cell for a long period. Now the BH curve. മാഗ്നറ്റിക് മെറ്റീരിയലിലേക്ക് എത്തിയിട്ടുണ്ട്. മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ BH കർവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം BH കർവ് ഓഫ് എ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. വായിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഈ നോൺ അങ്ങ് വിട്ടുപോകും. ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ BH കർവ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വെരി സിമ്പിൾ, എപ്പോഴും കണ്ടു പരിചയിച്ചിട്ടുള്ള ഒരു ഇതാണ്. ഇതായിരിക്കും അതിൻ്റെ സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഏരിയ എന്ന് പറയുന്നതാണ് അതിൻ്റെ എനർജി ഡെസിപ്പേറ്റഡ്. അപ്പോൾ ഇത്രയും വരെ അതിന് പോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഏരിയ കൂടുന്നതിനനുസരിച്ച് മെറ്റീരിയൽ ഡെസിപ്പേറ്റ് ചെയ്യുന്ന എനർജി കൂടിക്കൊണ്ടിരിക്കും. ഏരിയ കുറയുന്നതിനനുസരിച്ച് മെറ്റീരിയൽ ഡെസിപ്പേറ്റ് ചെയ്യുന്ന എനർജിയും കുറവായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് നോൺ മാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഞാൻ ഈ വരച്ചത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെതാണ്. അപ്പോൾ മിക്കവാറും BH കർവ് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇതേ ഓടി വരുള്ളൂ, പക്ഷെ അതൊന്ന് ശ്രദ്ധിച്ചോളാം. നോൺ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെത് ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ത്രൂ ദ ഒറിജിനിൽ നിന്നുള്ളൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിനൊരു അന്ത്യം ഉണ്ടാവില്ല, കാരണം അത് സാച്ചുറേറ്റ് ആവുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണവശാലും. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ നൺ ഓഫ് ദീസ് ഉണ്ട്, നൺ ഓഫ് ദ എബോവ് ഉണ്ട്. അപ്പോൾ നോക്കി വേണം ആൻസർ ചെയ്യാൻ. എനിവേസ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് മനസ്സിലായി. പാസിങ് ത്രൂ ദ ഒറിജിൻ ആണ്. അപ്പോൾ ഇത് ശരി തന്നെയാണ്. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ y ആക്സിന് പാരലൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ വരുള്ളൂ, ഇങ്ങനെയല്ല വരുന്നത്. പാസിങ് ത്രൂ ദ ഒറിജിൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദ x ആക്സിസ്, അതും ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും പറ്റില്ല. പിന്നെ എന്തേ ഉള്ളൂ, ഒറിജിനിൽ നിന്ന് പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഓപ്ഷൻ എ. അവിടെ വെച്ചിട്ട് BH കർവിൻ്റെ ഒരു ഡീറ്റെയിലും കൂടെ പറയാം. BH കർവിൽ വരുന്ന രണ്ട് പേരുകളും കൂടെ ഉണ്ട്, റിറ്റൻറ്റിവിറ്റി ആൻഡ് കോയേഴ്സിവിറ്റി. എന്താണ് റിറ്റൻറ്റിവിറ്റി ആൻഡ് കോയേഴ്സിവിറ്റി? റിറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ മാഗ്നറ്റിസം, റിറ്റൻഷൻ. അപ്പോൾ എക്സ്ട്രാ മാഗ്നറ്റിസം അത് ഗെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. പടം ഒന്നുകൂടെ വരയ്ക്കാം. നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ BH കർവ് വരയ്ക്കുന്ന സമയം ദിസ് ഇസ് H, ദിസ് ഇസ് B, അപ്പോൾ ഇതെന്താണ്, ഫീൽഡാണ്. H എന്ന് പറയുന്നത് H ഫീൽഡ് എന്ന് വിളിക്കും. മാഗ്നറ്റൈസിങ് ഫീൽഡാണ്. നമ്മൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് കൊടുത്ത് ഇവിടെ എത്തി ഇതായി കൊണ്ടുവന്നു. അപ്പോൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്തായി, പൂജ്യമായി. ഫീൽഡ് ഇവിടെ പൂജ്യമായി, ബട്ട് സ്റ്റിൽ ദർ ഇസ് B, ദാറ്റ് ഇസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. അപ്പോൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് H ആയിട്ടും അതിൻ്റെ അകത്ത് ബാക്കി നിൽക്കുന്ന ഈ പറയുന്ന മാഗ്നറ്റൈസിങ് പ്രോപ്പർട്ടി, അതാണ് എന്ത്, റിറ്റൻറ്റിവിറ്റി. എക്സ്ട്രാ നിൽക്കുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വീണ്ടും പൂജ്യമാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ H ഫീൽഡിനെ വീണ്ടും ബാക്കിലേക്ക് കൊണ്ടുവരണം. റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ വരെ ഞാൻ നെഗറ്റീവ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് 0 ആവുള്ളൂ. ഈ പറയുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇത് 0 ആവുള്ളൂ. അങ്ങനെ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി 0 ആക്കാനായിട്ട് ഞാൻ കൊടുക്കുന്ന റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതിനെയാണ് എന്ത് വിളിക്കുക, കോയേഴ്സിവിറ്റി. അപ്പോൾ റിറ്റൻറ്റിവിറ്റി, കോയേഴ്സിവിറ്റി, ആ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. Now the divergence of a vector field,
ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ ഫീൽഡ്. ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ ഡൈവേർജൻസ് എന്താണ്? ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്ഫ്ലോ ആണ് ഉദ്ദേശിക്കുന്നത്, പുറത്തേക്കുള്ള ഔട്ട്ഫ്ലോ. ഈ ഔട്ട്ഫ്ലോ ഏതെങ്കിലും ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ, വെക്റ്റർ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ഉള്ളതാണ്, ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ പുറത്തേക്കുള്ള ഔട്ട്ഫ്ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്തില്ല? ഡയറക്ഷൻ ഇല്ല. എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും അത് എന്ത് ചെയ്യാം? ഫ്ലോ ചെയ്യാം. സോ സിംപ്ലി ഇറ്റ് ഇസ് എ സ്കെയിലർ. സോ ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ ഫീൽഡ് ഇസ് എ സ്കെയിലർ ഫംഗ്ഷൻ. അതൊരു സ്കെയിലർ ഫംഗ്ഷനാണ്. Which of the following is the relation of Ohm's law expressed in point form? പെട്ടെന്ന് നോക്കുന്ന സമയം തെറ്റിക്കാനായിട്ട് ഓംസ് ലോ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്, V is equal to IR അല്ലെങ്കിൽ V is equal to RI. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ OMRൽ മാർക്ക് ചെയ്യുന്ന സമയം നേരെ കയറി B കറുപ്പിച്ച് വയ്ക്കും. അപ്പോൾ അത് തെറ്റിക്കാൻ വേണ്ടി തന്നെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനാണ്. ചോദിച്ചിരിക്കുന്നത് പോയിന്റ് ഫോം ആണ്. പോയിന്റ് ഫോം, ഓംസ് ലോയുടെ പോയിന്റ് ഫോം ചോദിക്കുമ്പോഴത്തേക്കും അതേതാ ഉത്തരവിട്ട് വരിക? The point form of Ohm's law is J is equal to sigma I, where J is the current density, sigma is the conductivity and E is the electric field. അപ്പോൾ അതാണ് അതിൻ്റെ പോയിന്റ് ഫോം എന്ന് പറയുന്നത്. Now Maxwell's divergence equation for the magnetic field. മാഗ്നറ്റിക് ഫീൽഡ് ഡൈവേർജൻസ് ഇക്വേഷൻ പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ വേറൊരു രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആംപെയർ സർക്യൂട്ടൽ തിയറം എന്ന് പറയുന്ന ഒരു തിയറത്തിൽ നിങ്ങൾ പഠിച്ചതാണ്. അവിടെ നിങ്ങൾ എന്താ പഠിച്ചത്? ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 0. അതായത് ഇതിൻ്റെ ഡൈവേർജൻസ് ഔട്ട്ഫ്ലോ എടുത്തു കഴിഞ്ഞാൽ ദ ആൻസർ വിൽ ബി 0. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡൈവേർജൻസ് അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 0 ആണ്. കാര്യം ഒരു ഫീൽഡിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഇൻകമിങ് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് ഫ്ലക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഡൈവേർജൻസ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0. ഡെൽ ക്രോസ് അല്ല, ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0. സോ ലെറ്റ് ഡെൽറ്റ ഇസ് ദ impulse function. So impulse function denote the delta t denotes the delta function, the value of the integral minus infinity to infinity del t cos 3t by 2 dt. വലിയ സംഭവമാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം അത് എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം കൂടെ എടുത്ത് ആഡ് ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻറ്റഗ്രൽ അല്ലെങ്കിൽ ഒരു ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിന് എവിടെ മാത്രമേ വാല്യൂ ഉള്ളൂ? അറ്റ് 0ൽ മാത്രമേ ഇതിന് വാല്യൂ ഉള്ളൂ. അതായത് ഡെൽ ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 വെൻ ടി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഡെൽ ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും, ടിയുടെ വാല്യൂ 0 ആയിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് ഈക്വൽ ടു 0 അതർവൈസ്. ബാക്കി എല്ലാ കേസിലും, അതായത് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിലും ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഇമ്പൾസ് ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അത് എവിടെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ? ടി ഈസ് ഈക്വൽ ടു 0ൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ഒന്നാമത്തെ അറിവ്. രണ്ടാമത്തെ കാര്യം, ചോദിച്ചിരിക്കുന്ന ഇൻറ്റഗ്രൽ -∞ മുതൽ ഇൻഫിനിറ്റി വരെയാണ്. -∞ മുതൽ ഇൻഫിനിറ്റി വരെയും അതെവിടെ മാത്രമേ ഉള്ളൂ? 0ൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡെൽറ്റ ടിയെ cos 3t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, രണ്ട് ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ രണ്ട് ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരാൾ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. മറ്റേ ആൾ ഇങ്ങനെയാണെന്നിരിക്കട്ടെ, ഇതാണ് മറ്റേ ആളെന്നിരിക്കട്ടെ, ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടിൽ ഇവിടെ ഒന്നും കാണില്ല, ഇപ്പുറത്തും ഒന്നുമില്ല. അപ്പോൾ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതും 0 ആയിരിക്കും. പിന്നെ എന്ത് മാത്രമേ കാണത്തുള്ളൂ? ഈ 0ൽ വരുന്ന വാല്യൂ എന്താണോ ആ വാല്യൂ മാത്രമേ കാണത്തുള്ളൂ. അപ്പം അങ്ങനെയെങ്കിൽ ആ ഒരു ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും, ഇൻറ്റഗ്രൽ -∞ മുതൽ ഇൻഫിനിറ്റി വരെ ഡെൽ ഓഫ് ടി എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ cos 3t ഡിവൈഡഡ് ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഇതിൻ്റെ ആരാണോ മൾട്ടിപ്ലൈ ചെയ്തത്, ഡെൽ ഓഫ് ടി ആരാണെന്ന് നമുക്കറിയാം, cos 3t by 2. ഇത് എപ്പോഴുള്ളത്? ടി ഈസ് ഈക്വൽ ടു 0. അവിടെ മാത്രമല്ല ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 0യിൽ ഈ ഫംഗ്ഷൻ എന്താണോ അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ദാറ്റ് ഈസ് cos 3 × 0 ഡിവൈഡഡ് ബൈ 2. cos 0 is 1. അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് മാറുകയാണ്. ലിമിറ്റ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഫ്രം 2 to 3. സെയിം ക്വസ്റ്റ്യൻ, ഡെൽ ഓഫ് ടി cos 3t by 2.
കണ്ണും പൂട്ടി നിങ്ങൾക്ക് ഉത്തരം എഴുതാം, ദ ആൻസർ വിൽ ബി 0. കാര്യം എന്താണ്? ഡെൽ ഓഫ് ടി അത് ഡസൻറ്റ് എക്സിസ്റ്റ് വിത്ത് ബിറ്റ്വീൻ ദ ഇൻ്റർവെൽ 2 to 3. 2 to 3 എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെ എന്നാണ്. ഈ ഇൻ്റർവെല്ലിൽ ഡെൽ ഉണ്ടോ? ഇല്ല. ഡെൽ എവിടെ മാത്രമേ ഉള്ളൂ? 0യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റേത് ഇൻ്റർവെല്ലിൽ പറഞ്ഞാലും അതിൻ്റെ ഉത്തരം എന്താണ്? 0 ആണ്. അപ്പോൾ ഇൻ ജനറൽ ഇതിന് ഡയറക്റ്റായിട്ട് ഇക്വേഷൻ ഉള്ളതാണ്. ഇൻ ജനറൽ -∞ to ∞ del of t into x of t is equal to x of 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണോ അതിൽ 0 വാല്യൂ ഇട്ടാൽ 0 ഇടാൻ കാര്യം എന്താണ്? ഡെൽ ഓഫ് ടി 0യിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇതായിരിക്കും അതിൻ്റെ ഉത്തരം. അപ്പോഴും ലിമിറ്റ് ശ്രദ്ധിച്ചോണം, -∞ to ∞ ആണ്. അതല്ലാതെ 0-ന് അപ്പുറത്തുള്ള ഇൻ്റർവെല്ലോ ഇപ്പുറത്തുള്ള ഇൻ്റർവെല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം കണ്ണും പൂട്ടി 0 എഴുതാം. ഓക്കെ. നൗ ഡെൽ ഓഫ് ടി ആൻഡ് ഡെൽ ഓഫ് എൻ, ഇവർ രണ്ടുപേരും ഈവൻ ഫങ്ഷൻസ് ആണ്. ഈവൻ ഫംഗ്ഷൻ ആൻഡ് ഓഡ് ഫംഗ്ഷൻ. എന്താ സംഭവം? ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ഡെൽ ഓഫ് -t is equal to ഡെൽ ഓഫ് ടി, ഡെൽ ഓഫ് -t എന്ന് പറയുന്നത് ഡെൽ ഓഫ് ടി ആണെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ തിങ് വിൽ ബി ആൻ ഈവൻ ഫംഗ്ഷൻ. അല്ലെങ്കിൽ ഡെൽ ഓഫ് -t എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ ഓഫ് ടി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ തിങ് ഇസ് ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ ദിസ് ഈസ് ഈവൻ. ഡെൽ ഓഫ് -t ചെയ്ത് കഴിഞ്ഞാൽ ഡെൽ ഓഫ് ടി കിട്ടി കഴിഞ്ഞാൽ ഇത് ഈവൻ. അതിൻ്റെ ഈ ടിക്ക് മൈനസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് റിവേഴ്സൽ, ടൈം റിവേഴ്സലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടൈം റിവേഴ്സൽ ചെയ്ത് കഴിഞ്ഞാലും ഒറിജിനൽ ഫംഗ്ഷൻ കിട്ടിയാൽ അത് ഈവൻ ആണ്. ടൈം റിവേഴ്സൽ ചെയ്യുമ്പോഴത്തേക്കും ഒറിജിനൽ ഫംഗ്ഷൻ്റെ നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓഡ്. ഇതാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടതാണ്. ഈ ടൈം റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ടൈം ആക്സിസിൻ്റെ മിറർ ഇമേജ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലാണ്, യു ഓഫ് ടി ആണ്. ഇത് യു ഓഫ് ടി ആണ്. അപ്പം ഞാൻ യു ഓഫ് മൈനസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിന് മൈനസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടൈം റിവേഴ്സൽ എന്നാണ് അർത്ഥം. ഇതിനെ നേരെ എക്സ് ആക്സിസ്, ടൈം ആക്സിസ് ഇതാണ്, ഇതിനെ റിവേഴ്സ് ചെയ്യണമെന്നാണ്. സോ ഇതായിരിക്കും യു ഓഫ് -t. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഇമ്പൾസ് ഫംഗ്ഷൻ ഡെൽ ഓഫ് ടി എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ എടുത്ത് ടൈം റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാലും ഫംഗ്ഷൻ എവിടെ മാത്രമേ ഉള്ളൂ? 0യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെൽ ഓഫ് ടിയും ഡെൽ ഓഫ് -t കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ഇസ് എൻ ഈവൻ ഫംഗ്ഷൻ. സെയിം തിങ് ഇസ് ഫോർ ഡെൽ ഓഫ് എൻ. ഡെൽ ഓഫ് എൻ എടുത്തു കഴിഞ്ഞാലും ഇത്തരത്തിലൊരു ഇഫക്റ്റ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബോത്ത് ആർ ഈവൻ സിഗ്നൽസ്. രണ്ടുപേരും എന്താണ്? ഈവൻ സിഗ്നൽസ് ആണ്. ഇതിൽ ഓഡ് സിഗ്നൽസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഒരുവിധപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യാതെ പല കാര്യങ്ങളും പോയിട്ടുണ്ട് എന്നുള്ളതറിയാം. പവർ ഇലക്ട്രോണിക്സും പവർ സർക്യൂട്ടുകളും കൺട്രോൾ സിഗ്നൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പരിമിതമായ സമയത്ത് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. അതിൽ നിങ്ങൾ കടന്നുപോയ ടോപ്പിക്കുകളുണ്ടാവാം, നിങ്ങൾ പഠിച്ച ടോപ്പിക്കുകളുണ്ടാവാം, പഠിക്കാത്ത ടോപ്പിക്കുകളുണ്ടാവാം, പഠിച്ച ടോപ്പിക്കിൽ എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവാം. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി ഉള്ള 2-3 ദിവസങ്ങൾ, ആ ദിവസങ്ങൾ വളരെ കെയർഫുള്ളായി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം ചെയ്ത് ഒരുവിധം എല്ലാ ഇക്വേഷൻസും എല്ലാ സെക്ഷൻസും കവർ ചെയ്തു എന്ന് ഉറപ്പാക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു ഗെയിം ചേഞ്ചിങ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിൻ്റെ പോയിൻറ്റുകൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത്, അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന, റാങ്ക് ഡിറ്റർമിൻ ചെയ്യുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. വിജയാശംസകൾ.